Dear students, here is a capsule for Plus 1 English Public Exam. Plus 1 English Public Exam എങ്ങനെ വളരെ ഈസി ആയിട്ട് നല്ല മാർക്കോട് കൂടി പാസ്സാവാം, ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത്. ഓക്കെ, സോ വി ഹാവ് ടു ലിസൺ സം ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, അവോയ്ഡ് ബേസിക് ലാംഗ്വേജ് എറേഴ്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ സംഭവം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തെറ്റിക്കാതിരിക്കുക. ലാംഗ്വേജിന്റെ ബേസിക് എന്ന് പറഞ്ഞാൽ സിംഗുലറും പ്ലൂറലും, ഏകവചനം ബഹുവചനം രണ്ടും ഉപയോഗിക്കേണ്ട രീതിയിൽ തന്നെ ഉപയോഗിക്കുക. ടെൻസ് ഉപയോഗിക്കേണ്ട രീതിയിൽ തന്നെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താ, ഫെമൈൻ ആൻഡ് മെസ്കുലിൻ, അതായത് സ്ത്രീലിംഗം പുല്ലിംഗം ഉപയോഗിക്കേണ്ട രീതിക്ക് നമുക്ക് ഉപയോഗിക്കണം. അതാണ് ബേസിക് ആയിട്ട് ലാംഗ്വേജ് എറർ, അത് തെറ്റാതെ ഉപയോഗിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, റിമെമ്പർ FCL എന്ന് പറയും ഫോർമുല, അതായത് ഫ്രെയിം, കണ്ടന്റ്, ലെങ്ത്. ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ചില ഡിസ്കോഴ്സസിന് നമ്മൾ ഒരേ ഫ്രെയിമോട്, ഇപ്പൊ ലെറ്റർ എഴുതുന്നതും അതുപോലെ തന്നെ പ്രൊഫൈൽ എഴുതുന്നതും ഒരേപോലെയല്ല, അതിന്റെ ഫ്രെയിം ശ്രദ്ധിക്കണം. പിന്നെ കണ്ടന്റ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് അറിയണം, അല്ലെ? പിന്നെ ലെങ്ത്, മാർക്കിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. പിന്നെ മൂന്നാമത്തെ കാര്യം, അറ്റൻഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ അറ്റൻഡ് ചെയ്യണം. ചിലപ്പോൾ ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം, ഓപ്ഷൻസ് ഇല്ല ഉള്ളതിനനുസരിച്ച് നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. പിന്നെ നാലാമത്തെ കാര്യം, ഇംപ്രസ് ദ ഇവാലുവേറ്റേഴ്സ് വിത്ത് യുവർ യുണീക്ക് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. ഒരേ ഫോർമാറ്റിൽ തന്നെ എഴുതാതെ ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആവാം. കാരണം ചില കുട്ടികൾ ഒരു ആൻസർ ഒരേ സെന്റൻസുകൾ റിപ്പീറ്റ് ചെയ്ത് ആൻസറിൽ കൊള്ളിക്കും. അതല്ലാതെ ഡിഫറെന്റ് ആയിട്ട്, അതായത് വെറൈറ്റി ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എഴുതാനും. പിന്നെ അറ്റൻഡ് ദ വെൽ പ്രാക്ടീസ്ഡ് ഐറ്റം ഇൻ ദ ബിഗിനിങ് സോ ദാറ്റ് യു ക്യാൻ ക്രിയേറ്റ് ഫസ്റ്റ് ഇംപ്രഷൻ ഇൻ ദ ഇവാലുവേറ്റേഴ്സ്. ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ആദ്യം എഴുതി വെക്കുക, എന്നിട്ട് അതിനനുസരിച്ച് അങ്ങനെ. കാരണം ആദ്യം നോക്കുന്നത്, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ പറയുന്നത്. അപ്പൊ ആദ്യം നോക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ കൃത്യമായിട്ടും നന്നായിട്ടും ഉണ്ടായിരിക്കണം. എന്നാൽ പിന്നെ അങ്ങനെ അതിനനുസരിച്ച് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിരിക്കണം ആദ്യം മുതൽ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ എത്ര യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്? നമുക്ക് 6 യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്. ആ 6 യൂണിറ്റിൽ എത്ര ചാപ്റ്റേഴ്സ് വീതം പഠിക്കാനുണ്ട്? ഓരോ ചാപ്റ്ററും ഏത് ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് എന്ന് വെച്ചാൽ, സ്റ്റോറി ആണോ, എസ്സേ ആണോ, ട്രാവലോഗ് ആണോ, പോയാണോ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കൂടാതെ അതൊക്കെ എഴുതിയിരിക്കുന്നത് ആരാണ്, അതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, അതുപോലെ തന്നെ സബ് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ അതിന്റെ തീം, എന്തായാലും ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ആ തീം, സ്റ്റോറിയുടെ ആണെങ്കിലും പോയത്തിന്റെ ആണെങ്കിലും എസ്സേയുടെ ആണെങ്കിലും നമ്മളെ തീം നന്നായിട്ട് മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാൻ സാധിക്കും. അപ്പൊ നമ്മൾ ആദ്യത്തെ യൂണിറ്റിലേക്ക് കിടക്കാം, ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്. ആ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്സിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആ ചാപ്റ്ററിന്റെ ഒരു ചെറിയ അവലോകനമാണ് പറയാൻ പോകുന്നത്. ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്നുള്ള ആദ്യത്തെ യൂണിറ്റിൽ നമുക്ക് 4 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. അതിൽ ഒരെണ്ണം ചെറുതുണ്ട്, അഞ്ചെണ്ണം എന്ന് കൂട്ടാം. പക്ഷെ അത് ചാപ്റ്റർ ഏതായിരുന്നു? ഏബ്സ് ഫസ്റ്റ് സ്പീച്ച്. അതിന്ന് ഏറ്റവും ചോദിക്കാൻ ചാൻസ് ഉള്ളത് പ്രൊഫൈൽ ഓഫ് അബ്രഹാം ലിങ്കൺ. അബ്രഹാം ലിങ്കന്റെ കുട്ടിക്കാലത്തെ ഒരു ചെറിയ അനുഭവമാണ് അവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സംഭവത്തെ കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കില്ല, പകരം അബ്രഹാം ലിങ്കന്റെ പ്രൊഫൈല് ചോദിക്കാം. അപ്പൊ ഒന്നാമത്തെ ഡിസ്കോഴ്സ് നമുക്ക് പഠിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാൻ പറയുന്നതാണ് പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. പ്രൊഫൈൽ റൈറ്റിംഗ് നന്നായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ളത് എന്താണ്? സ്റ്റോറി ഓഫ് യങ് സീഗൽ, അല്ലെ? സ്റ്റോറി ഓഫ് യങ് സീഗൽ, അത് ആരാ എഴുതിയിരിക്കുന്നത്? ആ എഴുതിയ ആളുടെ പേര് നന്നായിട്ട് അറിയണം, ലിയാമോ ഫ്ലേഹെട്ടി. പിന്നെ അറിയേണ്ടത് നമുക്ക് അതിന്റെ റിവ്യൂ ആണ്. റിവ്യൂ എന്ന് പറഞ്ഞാൽ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കാര്യം ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ലാക്ക് ഓഫ് കറേജ്, ധൈര്യമില്ലായ്മയും കോൺഫിഡൻസ് ഇല്ലായ്മയും. എന്തിനു വേണ്ടിയിട്ട്? ടു ഫ്ലൈ,
ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഓഫ് യങ് സീഗൽ. യങ് സീഗലിന്റെ ആദ്യത്തെ പറക്കലിന് തടസ്സം നിന്ന 2 കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളതൊന്ന് റിവ്യൂ ഓഫ് ദ സ്റ്റോറി, ആ സ്റ്റോറിയുടെ റിവ്യൂ ചോദിക്കാം. അപ്പൊ റിവ്യൂ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പഠിക്കേണ്ട കാര്യം സമ്മറിയാണ്. ആ ചാപ്റ്ററിന്റെ സമ്മറി പഠിച്ചു കഴിഞ്ഞ് നമുക്ക് റിവ്യൂ എഴുതാം. പിന്നെ അതിലൊരു ജനറൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് പാരന്റൽ ലവ്. ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. എങ്ങനെയാണ് പാരന്റ്സ് കുട്ടികളെ സംരക്ഷിക്കേണ്ടത്, അവരുടെ ഒരു ക്രൂഷ്യൽ ടൈമിൽ എങ്ങനെയാണ് പാരന്റ്സ് കുട്ടികളെ സംരക്ഷിക്കേണ്ടത്, ആ രീതിക്ക് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ഹൗ ടു പ്രൊട്ടക്ട് ദി പാരന്റ്സ് അറ്റ് ദ ടൈം ഓഫ് ക്രൈസിസ്. എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് കുട്ടികളെ പാരന്റ്സ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി മൂന്നാമത്തത് APJ അബ്ദുൽ കലാമിന്റെ ഒരു ഐ വിൽ ഫ്ലൈ. ഐ വിൽ ഫ്ലൈ എന്ന് എഴുതിയിരിക്കുന്ന APJ അബ്ദുൽ കലാമാണ്. അതിലേറ്റവും ചോദിക്കാൻ ചാൻസുള്ള ഒന്ന് കലാമിന്റെ പ്രൊഫൈല്. രണ്ടാമത്തെ കാര്യം ചോദിക്കുന്നത് യുണീക്ക്നെസ്. എന്താ, വാട്ട് ഈസ് യുണീക്ക്, ഹൗ ടു ബി എ യുണീക്ക്, എങ്ങനെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാവാം. അല്ലെങ്കിൽ യുവർ അംബീഷൻസ്, നിങ്ങളുടെ അംബീഷൻസ് എന്തൊക്കെയാണ്, അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് പ്രയത്നിക്കുന്നത്, അതായത് സക്സസിലേക്ക് എത്താൻ എടുക്കുന്ന സ്റ്റെപ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ സക്സസിലേക്ക് എത്തേണ്ടത്. അപ്പൊ കലാമിന്റെ പ്രൊഫൈലും ചോദിക്കാം, അതുപോലെ തന്നെ യുണീക്ക്നെസിനെ കുറിച്ച് ചോദിക്കാം, പിന്നെ ഇന്റർവ്യൂ ചോദിക്കാം. കലാമിനോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 5 10 അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് മാക്സിമം, അതല്ലെങ്കിൽ 6 ക്വസ്റ്റ്യൻസ്. ആ 6 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. കലാമിനോട് ഇന്റർവ്യൂ ചോദിക്കാം, ചിലപ്പോൾ ആൻസർ ചോദിക്കണമെന്നില്ല. ഇനി അടുത്ത ചാപ്റ്റർ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവരിതിങ്. അതാരുടെയാണ് എഴുതിയിരിക്കുന്നത്? കിറ്റി ഗേൽ ഫെർഗൂസൺ ആണെങ്കിലും സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രൊഫൈലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠാണ്. അപ്പൊ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രൊഫൈലിനെ കുറിച്ച് ചോദിക്കുക. ആദ്യം തന്നെ പ്രൊഫൈൽ നമുക്കറിയണം. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രൊഫൈൽ ചാപ്റ്ററിനകത്ത് കൂടെയാണ് പോകുന്നത്. ആ പ്രൊഫൈലിനെ കുറിച്ച് മനസ്സിലാക്കുക. പിന്നെ ഇതിനകത്ത് നിന്ന് എസ്സേ ചോദിക്കാം. അതായത് എങ്ങനെയാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ഓവർകം ചെയ്ത്, അദ്ദേഹത്തിന്റെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഓവർകം ചെയ്ത്, ഹൗ ടു ഓവർകം ഹിസ് ഡിസബിലിറ്റീസ് ആൻഡ് ഹി ബിക്കം ഗ്രേറ്റ്. എന്നിട്ട് അദ്ദേഹം ഗ്രേറ്റ് ആവാനുള്ള കാരണം എന്തൊക്കെയാണ് ഓവർകം ചെയ്തത്. ഇനി ഇതിന് ചോദിക്കുന്നത് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ചാപ്റ്ററിന് ചോദിക്കുന്നത് സ്പീച്ചാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ നിങ്ങൾ സ്കൂളിലേക്ക് വിളിച്ചെടുത്തിക്കൊണ്ട് അദ്ദേഹം പറയും അദ്ദേഹത്തിന്റെ ഡിസബിലിറ്റീസ് ഒക്കെ ഓവർകം ചെയ്യാൻ അദ്ദേഹം എങ്ങനെയാണ് സഹായിച്ചത്, അതിനെക്കുറിച്ചൊരു സ്പീച്ച് തയ്യാറാക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുറിച്ചുള്ള ഒരു ഇന്റർവ്യൂ തയ്യാറാക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്റർവ്യൂ, അതുപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രൊഫൈല്, പിന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങിനോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ അതുപോലെ തന്നെ റോൾ ഓഫ് ജെയിൻ. ജെയിൻ ആരാണ്? സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ വൈഫ്. അദ്ദേഹത്തിന്റെ ഒരു ബിഗ് പാർട്ടായിരുന്നു, ലൈഫിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പാർട്ടായിരുന്നു ജെയിന്. ആ ജെയിന് എങ്ങനെയാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഒരു വഴികാട്ടിയായിട്ട് മാറിയത്, അതും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ഇമെയിലാണ് ചോദിക്കുന്നത്. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ലൈഫിനെ കുറിച്ചുള്ള നമ്മൾ അപ്രീസിയേറ്റ് ചെയ്തുകൊണ്ടൊരു ഇമെയിൽ ചോദിക്കാം. അതല്ലെങ്കിൽ ലെറ്റർ ചോദിക്കാം. ഇതുപോലെ APJ അബ്ദുൽ കലാമിന് നമുക്ക് ലെറ്റർ ചോദിക്കാം. കാരണം ഇമ്പാക്ട് ഓഫ് കലാമിന്റെ വേർഡ്സ് ഒരു കുട്ടിയിൽ എങ്ങനെയൊക്കെ മാറ്റം വരുത്തി എന്ന് പറയുന്ന ഒരു ലെറ്റർ ചോദിക്കാം. അത് ഇമെയിൽ ആയിട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ ലെറ്റർ ആയിട്ട് ചോദിക്കാം, സ്പീച്ച് ആയിട്ട് ചോദിക്കാം, കൺഗ്രാജുലേറ്റീവ് സ്പീച്ച് ആയിട്ട് ചോദിക്കാം. പിന്നെ നെക്സ്റ്റ് ഈഫ് എന്നുള്ള പോയാണ്. അപ്പൊ ആ പോയത്തിൽ ആദ്യം ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയത്തിന്റെ തീമാണ്. എന്താണ് പോയത്തിന്റെ തീം? ട്രേറ്റ്സ് ഓഫ് പെർഫെക്റ്റ് മാൻ, അതായത് ഒരു മനുഷ്യന്റെ സ്വഭാവ സവിശേഷതകൾ. ഇമ്പോർട്ടൻസ് ഓഫ് ഹോണസ്റ്റി, സെൽഫ് എസ്റ്റീം, കോൺഫിഡൻസ്, ഫോർട്ടിറ്റ്യൂഡ്, സെൽഫ് കൺട്രോൾ, പേഷ്യൻസ്. ഇതൊക്കെ ഒരാൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഹി വിൽ ബി സക്സസ് ഇൻ ഹിസ് ലൈഫ്. അവൻ തീർച്ചയായിട്ടും അവന്റെ ജീവിതത്തിൽ വിജയിക്കും. ഇതൊന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 4 5 ലൈന് തന്നിട്ട്, അല്ലെങ്കിൽ 3 ലൈന് തന്നിട്ട് അതിന്റെ തീമാണ്, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ചോദിക്കുക. ആ ചോദിക്കുന്നതിൽ വേറെ ചോദിക്കാം, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ചോദിക്കാം, മെസ്സേജ് ചോദിക്കാം. അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പോയതെന്ന് ചോദിക്കുന്നത്. ഒന്ന് അതിനെ എലാബറേറ്റ് ചെയ്യാൻ ചോദിക്കാം, അതിന്റെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ചോദിക്കാം, പിന്നെ മെസ്സേജ് ചോദിക്കാം. അപ്പൊ ഇതിൽ ഈഫ് എന്നുള്ള പോയത്തിൽ ഏറ്റവും കൂടുതൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഉപയോഗിച്ചത് പേഴ്സോണിഫിക്കേഷൻ ആൻഡ് മെറ്റഫോർ ആണ്. പേഴ്സോണിഫിക്കേഷനും മെറ്റഫോറാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ വി ഷുഡ് ഹാവ് ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നെസ്, അഡ്വേഴ്സിറ്റി ഷുഡ് ബി ഫേസ്ഡ് വിത്ത് വിൽ പവർ. നമുക്ക് ഇഷ്ടംപോലെ അഡ്വേഴ്സിറ്റീസ് ഉണ്ടാവാം. ഇപ്പൊ നമ്മൾ അഡ്വേഴ്സിറ്റിക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ്. അപ്പൊ ഈ ചാപ്റ്റർ 4 ചാപ്റ്ററിൽ നിന്നും ഏകദേശം സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒന്നാമത്തത് അഡ്വേഴ്സിറ്റിനെ കുറിച്ചാണ്. പ്രതികൂല സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെ നേരിടാം, അത് ആരെ എക്സാമ്പിൾ ആക്കി പറയേണ്ടി വരും?
സ്റ്റീഫൻ ഹോക്കിങ്ങിനെ എക്സാമ്പിൾ ആക്കി പറയേണ്ടി വരും. അതുപോലെ തന്നെ ജീവിതത്തിൽ നേരിടേണ്ട ചാലഞ്ചസ്, വെല്ലുവിളികളെ നമ്മൾ എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാം, അത് APJ അബ്ദുൽ കലാമിനെ എക്സാമ്പിൾ ആക്കി നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പാരന്റൽ ലവ്, എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരെ സപ്പോർട്ടീവായിട്ടും അത് എൻകറേജ് ചെയ്തിട്ടും നമ്മൾ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്, അത് നമ്മൾ യങ് സീഗലിനെ എക്സാമ്പിൾ ആയിട്ടും നമ്മൾ പറയേണ്ടി വരും. ഇപ്പൊ ഇത്രയും സംഭവങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ ഈ യൂണിറ്റിൽ നമുക്ക് യൂണിറ്റ് എന്നല്ല എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ചില ഭാഗങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ആദ്യം ഒരു കോംപ്രിഹെൻസീവ് പാസേജ് നമുക്ക് തരും. അപ്പൊ അതിലെ ക്യാരക്ടേഴ്സ് നമുക്ക് ഹി ആരാണെന്നുള്ളത്, ഷി ആരാണെന്നുള്ളത്, ഇറ്റ് ആരാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ആരോടാണ് ഡയലോഗ്സ് ഒക്കെ പറയുന്നത് എന്നുള്ള അറിയാം. ജനറൽ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിലെ ഒരു എക്സാമ്പിൾ സ്റ്റോറി, ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഫസ്റ്റ് ഫ്ലൈറ്റിൽ റൈറ്റർ ടെൽസ് അബൌട്ട് ദി ഫസ്റ്റ് വിക്ടറി ഇൻ ദ ലൈഫ് ഓഫ് ദ യങ് സീഗൽ. യങ് സീഗലിന്റെ ആദ്യത്തെ വിജയത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദ ഹെൽപ്പിംഗ് ഹാൻഡ് ഓഫ് ഫോർ ദ മെയ്ഡൻ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്റ്റെൻഡഡ് ബൈ ഹിസ് മദർ. അതിന് ആരാണ് സപ്പോർട്ടീവ് ആയിട്ട് ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് നിന്നിരുന്നത്? മദറാണ്. ഹാവ് യു നോട്ട് റിസീവ്ഡ് സച്ച് സപ്പോർട്ട് ഇൻ യുവർ ലൈഫ് ടു? ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് നമ്മുടെ ലൈഫിൽ കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ എന്തായി തീരുമായിരുന്നു? അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് നറേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പൊ നറേഷൻ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കഥ പറയുന്ന ഒരു സ്റ്റൈല്, അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് പറയാം, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് വേർഡ്സ് ആൻഡ് ഡീഡ്സ്. ആ വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്നുള്ള യൂണിറ്റിൽ നമുക്ക് പഠിക്കാൻ പോകുന്നത് 3 ചാപ്റ്റേഴ്സ് ആണ്. ദെൻ ഗാന്ധി കെയിം, ജവഹർലാൽ നെഹ്റു എഴുതിയിരിക്കുന്ന ഗാന്ധി കെയിം, ഗാന്ധിജിയെ കുറിച്ചുള്ള ഒരു ചെറിയ ആർട്ടിക്കിൾ. അതുപോലെ തന്നെ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, പ്രബോധ് കുമാർ മുഖോപാധ്യായയുടെ നല്ലൊരു ഷോർട്ട് സ്റ്റോറി. പിന്നെ ഒരു പോയം, ഡെത്ത് ദ ലെവലർ. ഈ 3 സംഭവങ്ങളും ഒരേ തീമാണ് ഏകദേശം വരുന്നത്. ദെൻ ഗാന്ധി കെയിം എന്നുള്ളതിൽ എന്തൊക്കെയാ പറഞ്ഞത്? ലെസൺ ഫ്രം നെഹ്റൂസ് ഡിസ്കവറി ഓഫ് ഇന്ത്യ, അല്ലെ, നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള ബുക്കിൽ നിന്ന് എടുത്തിരിക്കുന്നതാണത്. ഗാന്ധി സ്റ്റുഡ് ഫോർ ട്രൂത്ത്, ലവ് ആൻഡ് നോൺ വയലൻസ്. അദ്ദേഹം ഒറ്റവാക്കിൽ കുറെ കാര്യങ്ങളാണ് പറയുന്നത്. ഗാന്ധിജി എന്തിന്റെ സിംബൽ ആയിരുന്നു? Symbol of truth, love and non-violence. He was against all social events like untouchability and child marriage, like etc. He himself set an example of abhaya. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. His personality was like a magnet. ലാസ്റ്റ് പറയുന്ന സംഭവമാണ്, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റ് പോലെയാണ്. അട്രാക്റ്റഡ് എവരി വൺ. അതാണ്, അത് ഒപ്പോസ് ചെയ്തവർക്ക് മാത്രമല്ല, ഓപ്പോണന്റ് ആയവർക്കോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനോ മാത്രം, എല്ലാവർക്കും ഒരുപോലെ ആകർഷണീയമായ സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പിന്നെ എസൻസ് ഓഫ് ഹിസ് ടീച്ചിങ് എന്തൊക്കെയായിരുന്നു? ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. അപ്പൊ ഗാന്ധിജി വാസ് എ ലീഡർ ഓഫ് ഹിസ് പീപ്പിൾ. അപ്പൊ ഗാന്ധിജിയെ കുറിച്ചുള്ള ഒരു ചെറിയ എസ്സേ അല്ലെങ്കിൽ അതെല്ലാം റൈറ്റപ്പ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിലെന്തൊക്കെയാ ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു നോക്കുക. എന്നിട്ട് അതിന് ചോദിക്കാൻ ചാൻസ് ഉള്ള സംഭവങ്ങൾ, ഗാന്ധി ജയന്തിക്ക് നമ്മളൊരു അസംബ്ലി സംഘടിപ്പിക്കാൻ അതിൽ തയ്യാറാക്കി അവതരിപ്പിക്കേണ്ട ഒരു സ്പീച്ച്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധിജിയെ കുറിച്ചുള്ള ഒരു സ്പീച്ച്. അതുപോലെ തന്നെ ഒരു എസ്സേ റൈറ്റിംഗ്, ഗാന്ധിജി എങ്ങനെയാണ് സ്റ്റുഡ് ഫോർ നോൺ വയലൻസ് ആൻഡ് അഹിംസ എന്നൊക്കെ പറഞ്ഞ ലവ് ആൻഡ് ട്രൂത്ത് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് നിന്നിരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു എസ്സേ ചോദിക്കാം. ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗാന്ധിജിയുടെ പേഴ്സണാലിറ്റിയെ കുറിച്ച് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഹൗ ഡസ് ഹി അട്രാക്റ്റഡ് എവരി വൺ, അല്ലെങ്കിൽ ഹൗ ഡിഡ് ഹി അട്രാക്റ്റഡ് എവരി വൺ, എല്ലാവരെയും എങ്ങനെയാണ് അദ്ദേഹം അട്രാക്ട് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഗാന്ധിജിയെ കുറിച്ച് ഇത്രയും രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ അടുത്തത് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ആണ്, ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. അതിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ഒന്നുകിൽ ആ ചാപ്റ്ററിന്റെ സമ്മറി, അതായത് റിവ്യൂ. പ്രൈസ് ഓഫ് ഫ്ലവർ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ റിവ്യൂ ചോദിക്കാം. പിന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ആരൊക്കെയാ 2 ക്യാരക്ടേഴ്സ്? മാഗി ആൻഡ് ഗുപ്ത. എന്താ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിൽ ഷോർട്ട് സ്റ്റോറിയാണ്, റിട്ടൺ ബൈ PK മുഖോപാധ്യായ്, പ്രബോധ് കുമാർ മുഖോപാധ്യായ്. ഗുപ്ത വാസ് എൻ ഇന്ത്യൻ ലിവിംഗ് ഇൻ ലണ്ടൻ. പക്ഷെ ഗുപ്തയുടെ വ്യൂ ഓഫ് പോയിന്റിലാണ് സ്റ്റോറി എഴുതുന്നത്. അങ്ങനെ ഗുപ്ത വൺ ഡേ മെറ്റ് എ മാഗിയാണ് അവിടെ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദാറ്റ് സ്റ്റോറി. ഷി വാസ് വർക്കിംഗ് ആസ് എ ടൈപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അതും ഷി വാസ് ബോൺ ഇൻ എ പുവർ ഫാമിലി, അല്ലെ, ഒരു പാവപ്പെട്ട കുടുംബത്തില് ലണ്ടൻ സിറ്റിയിലെ ഒരു പുവർ നൈബർഹുഡിലാണ്, ലാംബത്ത് എന്ന് പറഞ്ഞ നൈബർഹുഡിലാണ് അവർ ജീവിക്കുന്നത്. ഹെർ ബ്രദർ ഫ്രാങ്ക് എന്തായിരുന്നു? സോൾജിയർ ഇൻ ഇന്ത്യ.
ഇവിടെ പ്രശ്നം കിടക്കുന്ന അവിടേക്കാണ്. ഷീ ഹെയർഡ് ദാറ്റ് ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് ടൈഗേഴ്സ്, സ്നേക്സ് ആൻഡ് ഫീവർ. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അവൾ കേട്ടിട്ട് ഇന്ത്യയെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ട് അവൾക്ക്. അപ്പൊ നമുക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റോൾ ഓഫ് സൂപ്പർസ്റ്റീഷ്യസ്. എന്താ സൂപ്പർസ്റ്റീഷ്യസ് എന്ന് പറഞ്ഞാല് അന്ധവിശ്വാസം. ഡു യു ബിലീവ് ഇൻ എനി സൂപ്പർസ്റ്റീഷ്യസ്? നിങ്ങൾ ഏതെങ്കിലും അന്ധവിശ്വാസത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? അല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? അങ്ങനെ രീതിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ ഗുപ്ത റിസീവ്ഡ് എ ലെറ്റർ ദാറ്റ് മാഗി മദർ വാസ് നോട്ട് ഇൽ. പിന്നെ അടുത്ത് ചോദിക്കാൻ ലെറ്റർ ആണ്. ഗുപ്ത ഒരു ലെറ്റർ അവിടെ സ്വീകരിക്കുന്നുണ്ട്, കാരണം മാഗിയുടെ അമ്മയ്ക്ക് വയ്യ എന്നൊക്കെ പറയുന്നത്. അതുപോലെ നമുക്കും ഒരു ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ആരുടെ ലെറ്റർ ആവുന്നു? ഗുപ്തയുടെ ലെറ്റർ ആവാം, അതല്ലെങ്കിൽ മാഗിയുടെ ലെറ്റർ ആവാം, അതും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിന് ഇതേ സ്റ്റോറിയെ കുറിച്ച് എഴുതുന്ന ഒരു ലെറ്റർ ചോദിക്കാം. പിന്നെ ഗുപ്ത വാസ് ഷോക്ക്ഡ് ടു ലേൺ ഫ്രാങ്ക് ഹാഡ് ഡൈഡ് ദ വോർ. പിന്നെ ഇതുപോലെ പിന്നെ അവിടെ ഗുപ്ത ഷോക്ക് ആവാണ്, കാരണം മാഗിയുടെ ബ്രദർ ഫ്രാങ്ക് യുദ്ധത്തിൽ മരിച്ചു എന്നുള്ള ഒരു വാർത്ത കേട്ടിട്ട്. Then he became very sad. Maggie gave him a shilling to buy flowers to place her on her brothers. അങ്ങനെ മാഗി ഒരു ഷില്ലിംഗ് അവളുടെ ബ്രദറിന്റെ ശവകുടീരത്തിൽ വെക്കാൻ വേണ്ടി ഗുപ്തയെ ഏൽപ്പിക്കുന്നു. അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. Then it gave her beyond all, കാരണം അവൾക്ക് ബിയോണ്ട് ഓൾ ദ പ്രൈസ്, എല്ലാ വിലയെക്കാട്ടും ഏറ്റവും ബിയോണ്ട് ആയിട്ട് കിടക്കുന്ന, വില മതിക്കാനാവാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ടുവാർഡ്സ് ഹിസ് ലവ്, അദ്ദേഹത്തോടുള്ള, അതായത് ഫ്രാങ്കിനോടുള്ള സ്നേഹമാണ്. അപ്പൊ ഇതിന് ലെറ്റർ ചോദിക്കാം. പിന്നെ കോൺവെർസേഷൻ ചോദിക്കാം. ഗുപ്തയും മാഗിയും തമ്മിലുള്ള ടെലിഫോണിക് കോൺവെർസേഷൻ ആവാം, അതല്ലെങ്കിൽ ഗുപ്ത മാഗിയെ കുറിച്ച് വേറൊരാളോട് പറയുന്ന കോൺവെർസേഷൻ ചോദിക്കാം. അപ്പൊ ക്യാരക്ടർ സ്കെച്ച്, കോൺവെർസേഷൻ, സമ്മറി, റിവ്യൂ ഓഫ് ദി സ്റ്റോറി. ക്യാരക്ടർ സ്കെച്ചസ് ആരുടെയൊക്കെയാണ്? ഗുപ്തയുടെയും മാഗിയുടെയും ചോദിക്കാം കേട്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ ടെലിഫോണിക് കോൺവെർസേഷൻ ആവാം, ലെറ്റർ ആവാം. 2 തരത്തിൽ ലെറ്റർ ഇവിടെ ചോദിക്കാം. ചിലപ്പം ഗുപ്ത വേറെ ഏതെങ്കിലും ഒഫീഷ്യൽസിന് അയക്കുന്ന ഒരു ഫോർമൽ ലെറ്റർ, മാഗിയെ കുറിച്ച് ഡീറ്റെയിൽസ് അയക്കുന്ന ഒരു ഫോർമൽ ലെറ്റർ ചോദിക്കാം. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്നും പഠിച്ചു വെക്കണം. കൂടാതെ ഒരു പാരഗ്രാഫ് റൈറ്റിംഗ്, അതായത് ഗുപ്തയെ കുറിച്ചോ അതല്ലെങ്കിൽ മാഗിയെ കുറിച്ചോ ഏതെങ്കിലും ഒരു സ്റ്റോറി അനലൈസ് ചെയ്തിട്ട് എഴുതാനുള്ള ഒരു സംഭവം കൂടി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിൽ നമുക്ക് ചോദിക്കുന്നത് ഡെത്ത് ദ ലെവലർ എന്നുള്ള പോയാണ്. അത് ആരുടെ പോയാണ്? ജെയിംസ് ഷേർലിയുടെ പോയാണ്. ഈ ജെയിംസ് ഷേർലിയുടെ ഡെത്ത് ദ ലെവലർ എന്ന പോയത്തിൽ നമുക്ക് പഠിക്കുന്നത് നത്തിങ്നെസ് ഓഫ് എർത്ത്ലി ഗ്ലോറീസ് ആൻഡ് പെർമനൻസ് ഓഫ് ഗുഡ് ഡീഡ്സ് എന്നാണ് പറഞ്ഞത്. അതായത് ഡെത്ത് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഇന്നവിറ്റബിൾ തിങ്സ് ആണ്. ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടാത്തൊരു സംഭവമാണ് ഡെത്ത് എന്ന് പറയുന്നത്. എല്ലാവരും എന്ത് ചെയ്യുന്നു? മരിക്കുന്നു അല്ലെ? ഡെത്ത് പുട്ട് ആൻ എൻഡ് ടു ലൈഫ്. ജീവിതത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ഡെത്താണ്. അത് സ്വീറ്റ് സ്മെൽ ഓഫ് ആക്ഷൻസ് ഓഫ് ദി ജസ്റ്റ് വിൽ റിമെയിൻ ഫോർ എവർ. പക്ഷെ എല്ലാവരും പോയി കഴിഞ്ഞാലും നമ്മളുടെ ഗുഡ് ഡീഡ്സ് വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ. നമ്മൾ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള നന്മകൾ എന്നും അവിടെ നിലനിൽക്കും. അത് മറ്റുള്ളവർക്കൊരു പാഠമായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്നും ഓർക്കാനായിട്ട് നിലനിൽക്കണം. അപ്പൊ അതുകൊണ്ട് എന്താ പറയേണ്ടത്? ജീവിതകാലത്ത് യു മസ്റ്റ് ഡു ദ ഗുഡ് ഡീഡ്സ്. ഒരു നല്ലൊരു മെസ്സേജ് ആണ് പോയത്തിൽ തരുന്നത്. അപ്പൊ ഇതിന് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എലാബറേഷൻ ചോദിക്കാം. ഏതെങ്കിലും 3 ലൈൻ തന്നിട്ട് അതിന് എലാബറേറ്റ് ഉള്ള രീതിക്ക് ചോദിക്കാം. പിന്നെ ഇതിലെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എടുത്താൽ ചോദിക്കും. അപ്പൊ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, ഇതിൽ ഏറ്റവും കൂടുതൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് പേഴ്സോണിഫിക്കേഷൻ, മെറ്റോണിമി, ഓക്സിമോറോൺ, കപ്ലറ്റ്, ഇതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു വസ്തുവിനെ പേഴ്സൺ ആയിട്ട് ചിത്രീകരിക്കുക. മെറ്റോണിമി എന്ന് പറഞ്ഞാല് ഇതാണ് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഈ പോയത്തിൽ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്ന സെപ്റ്റർ ആൻഡ് ക്രൗൺ, അത് കിങ്ങിനെ സ്റ്റാൻഡ് ചെയ്യുന്ന, കിങ്ങിനെ സിംബലൈസ് ചെയ്യുന്നതാണ്. സിത്ത് ആൻഡ് സ്പേഡ് എന്ന് പറഞ്ഞാൽ പൂവർ, ഫാർമേഴ്സിനെ സിംബലൈസ് ചെയ്യുന്നതാണ്. അതാണ് മെറ്റോണിമി എന്ന് പറഞ്ഞാൽ. പിന്നെ ഓക്സിമോറോൺ ചോദിക്കാം. ഓക്സിമോറോൺ ഓപ്പോസിറ്റ്, കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, വിക്ടർ, വിക്ടിം എന്ന് പറയുന്നത്. പിന്നെ കപ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ലൈൻ, ഒരേ നീളവും അതുപോലെ തന്നെ റൈമിംഗ് വേർഡ്സ് ഉള്ള ലൈൻസിനാണ് പറയാം. അപ്പൊ ഇതിന്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഡെത്ത് ഈസ് എ പവർഫുൾ ഈക്വലൈസർ. എവരിബഡി ഈസ് ഈക്വൽ ഇൻ ഫ്രണ്ട് ഓഫ് ദി ഡെത്ത്. എർത്ത്ലി ഗ്ലോറീസ് ആർ മൊമെന്റസ്, not substantial thing. Good deeds will be remembered forever. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 3 ചാപ്റ്ററിലായിട്ട് പഠിക്കേണ്ടത്. ദെൻ ഗാന്ധി കെയിം, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, ഡെത്ത് ദ ലെവറൽ. ഇതിലും നമുക്ക് എന്ത് ചോദിക്കാം? പ്രൊഫൈൽ ഏത് ക്വസ്റ്റ്യനും വേണമെങ്കിൽ ചോദിക്കാം. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രൊഫൈല് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അതുപോലെ തന്നെ ജെയിംസ് ഷേർലിയുടെ പ്രൊഫൈലും ചോദിച്ചത്. പിന്നെ ഈസിയാണ്, കാരണം ഹിൻസ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു വേ ഓഫ് റൈറ്റിംഗ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. പ്രൊഫൈൽ റൈറ്റിംഗ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി 3ാമത്തെ യൂണിറ്റ് ബിയോണ്ട് ദ ഹൊറിസോൺ.
മൂന്നാമത്തെ യൂണിറ്റിലും ഇതേപോലെ തന്നെ 3 ചാപ്റ്റേഴ്സാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഇതിൽ ഫസ്റ്റ് ഒരു പോയാണ് സൺറൈസ് ഓൺ ദ ഹിൽസ്. അതാരുടെയാണ് സൺറൈസ് ഓൺ ദ ഹിൽസ് എന്നത്? HW ലോങ്ഫെല്ലോ, ഹെൻറി വാഡ്സ്വർത്ത് ലോങ്ഫെല്ലോന്റെയാണ്. ഈ പോയത്തിൽ അദ്ദേഹം പറയുന്നത് വി ക്യാൻ സീക്ക് ദ ഷെൽട്ടർ ഇൻ ദ ലാപ്പ് ഓഫ് നേച്ചർ വെൻ വി ഡിജക്റ്റഡ് ആൻഡ് ടെൻസ്ഡ് ഇറ്റ് ക്യാൻ ഹീൽ അവർ പാങ്സ്. നമുക്ക് ടെൻഷൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു സൊല്യൂഷനാണുള്ളത്. എന്ത് ചെയ്യുക? വി ഗോ ടു ദി ഹിൽസ് ആൻഡ് വാലീസ്. നമ്മൾ കുന്നിൻ ചെരുവിലോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി എൻജോയ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ, എന്നിട്ട് നേച്ചറിന്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം. ദ പോയറ്റ് വാച്ചസ് ദ സൺറൈസ്. അതിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് പറഞ്ഞത്. ഇതിലെ തീം എന്താണെന്ന് വെച്ചാൽ ദ പോയറ്റ് വാച്ചസ് ദ സൺറൈസ്. പോയറ്റ് സൺറൈസ് വാച്ച് ചെയ്യാണ്. അങ്ങനെ ഹി ഒബ്സർവ് ദ ചേഞ്ചസ് വെൻ ദ സൺറൈസസ്. അദ്ദേഹം ഓരോന്ന് നിരീക്ഷിക്കുകയാണ്. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ആസ് ദ സൺറൈസസ് ദ വീൽസ് ആർ ലിഫ്റ്റഡ്. കാരണം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഈ കാർമേഘത്തിന്റെ മുഖം മൂടിയൊക്കെ ലിഫ്റ്റ് ചെയ്യും, അതൊക്കെ മാറ്റപ്പെടും. അത് അപ്പോഴാണ് എന്ത് വരിക? നമുക്ക് ബ്യൂട്ടി റിവീൽ ചെയ്ത് തുടങ്ങാം അല്ലെ? അതൊക്കെ പോയത്തിന് ഭയങ്കര ഭംഗിയായിട്ടാണ് പോയത്തിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. സണ്ണിനെ ഏതുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ഒരു വാരിയറുമായിട്ടാണ് അവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ സിമിലി ചോദിക്കാം. പിന്നെ ഗ്ലോറി കോൺകേഴ്സ് ഓൾ ദ എർത്ത്. അപ്പൊ ഈ പോയം ഫുൾ ഓഫ് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഇമേജസ് ആണ്. കംപ്ലീറ്റ് ഇമേജസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ദ നേച്ചർ ഈസ് എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് ക്യൂർ. ഇറ്റ് ഈസ് ഓൾവേസ് സ്മാർട്ട്. നേച്ചറിനെ എന്ത് തന്നെ രീതിക്ക് നമ്മൾ കോട്ടം വരുത്തിയാലും അതിന് ഭംഗം വരില്ല. അതെപ്പോഴും നല്ലൊരു ഇൻസ്പിറേഷനും നല്ലൊരു ക്യൂറുമാണ്. നമുക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ്. ഇറ്റ് ക്യാൻ ഹീൽ ദ വൂൺസ് ഓഫ് ഹാർട്ട് ആൻഡ് മൈൻഡ്. ശരീരത്തിന് മാത്രമല്ല മനസ്സിനേറ്റ മുറിവുകളെ കൂടി ചികിത്സിക്കാനുള്ള ഒരു കപ്പാസിറ്റി ആർക്ക് കൊടുത്തിട്ടുണ്ട്? ദൈവം നേച്ചറിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നത്തിങ് ക്യാൻ ഡിം ദ സ്മാർട്ട്നെസ് ഓഫ് നേച്ചർ. ഒരാളുടെ കണ്ണുനീരും ഒരിക്കലും നേച്ചറിന്റെ ക്യാൻവാസ്, ആ പ്രകൃതിയുടെ ക്യാൻവാസിനെ മായ്ച്ച് കളയാൻ പറ്റില്ല. അത്രക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാൻവാസിംഗ് ആണ് ദൈവം നേച്ചറിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്ന് ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ മനസ്സിലായല്ലോ അതിന്റെ ഒരു ഏകദേശം ഒരു തീം നന്നായിട്ട് പഠിച്ചു വെക്കണം നിങ്ങൾ. അപ്പൊ ഇതിന്നും അതുപോലെ തന്നെ എലാബറേറ്റ് ചെയ്യാൻ ചോദിക്കാം. ഒരു 4 5 അല്ലെങ്കിൽ 3 4 ലൈന് തന്നിട്ട് അതിന് എലാബറേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ആ ലൈൻസിൽ എന്താണ് പോയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അറിയാം. അപ്പൊ സൺറൈസ് സ്മാർട്ട്നെസ് ആൻഡ് ബ്രൈറ്റ്നെസ്, എവരി എലമെന്റ് ഓഫ് നേച്ചർ ഹാസ് പവർ ടു ഹീൽ ദ വൂൺസ് ഓഫ് മൈൻഡ്. അതൊക്കെയാണ് പറയുന്നത്. ഇനി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് സിമിലിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു സിമിലി ഉപയോഗിച്ചില്ല. സിമിലി എന്ന് പറഞ്ഞാല് കമ്പാരിസൺ, അതായത് ടു കമ്പയർ യൂസിങ് ദ വേർഡ് ലൈക്ക് ഓർ ആസോ ലൈക്കോ ഉപയോഗിച്ചിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ? സിമിലി എന്ന് പറയുന്നത്. ഇവിടെ ക്ലൗഡ്സിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന സോൾജിയേഴ്സ്, ലൈക്ക് സോൾജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ആർമീസ് അങ്ങനെ പറയുന്നുണ്ട് അവിടെ. പിന്നെ ഇമാജറി ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത്. ഇതിൽ പഠിക്കാനുള്ളത് വിഷ്വൽ ഇമാജറി ഉണ്ട്, ഓഡിറ്ററി ഇമാജറി ഉണ്ട്, കിനസ്തെറ്റിക് ഇമാജറി. ഇങ്ങനെ 3 ഇമാജറി നമുക്കുള്ള പഠിക്കാനുണ്ട്. വിഷ്വൽ ഇമാജറി വാട്ട് എവർ വി ക്യാൻ സി, നമുക്ക് കാണാൻ പറ്റുന്ന ഇമാജറിക്ക് നമ്മൾ വിഷ്വൽ ഇമാജറി എന്ന് പറയും. വാട്ട് എവർ വി ക്യാൻ ഹിയർ, എന്തൊക്കെയാണോ കേൾക്കാൻ പറ്റുന്നത് അതിനെ ഓഡിറ്ററി ഇമാജറി എന്ന് പറയും. മൂവ്മെന്റിനെ പറയുന്നതാണ് കിനസ്തെറ്റിക് ഇമാജറി. അപ്പൊ ഇതും ഇതിനകത്ത് നിന്ന് ചോദിക്കാം. ഈ ഒരു ലൈന് തന്നിട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമാജറി ഏതാണ്? അപ്പൊ കാണാൻ പറ്റുന്ന പല വസ്തുക്കളും അതിൽ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് വിഷ്വൽ ഇമാജറി എന്ന് പറയാം. ഉദാഹരണത്തിന് വിഷ്വൽ ഇമാജറിക്ക് ഗ്ലോഡ് വിത്ത് റിച്ച് വാലി എന്ന് പറയാം. ഗ്ലോഡ് വിത്ത് റിച്ച് വാലി എന്ന് പറഞ്ഞാൽ റിച്ച് വാലിയെ നമുക്ക് വളരെയധികം കാണാൻ സാധിക്കും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള താഴ്വര എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കുന്നത് ബ്യൂട്ടിഫുൾ ആണുള്ളത്? നമ്മുടെ കണ്ണുകൊണ്ടാണ്. അതാണ് വിഷ്വൽ ഇമാജറി. ഓഡിറ്ററി ഇമാജറി എന്നൊക്കെ ഉദാഹരണം ഡിസ്റ്റന്റ് വാട്ടേഴ്സ് ഡാഷ്, വാട്ടർഫാളിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയാം. അപ്പൊ വാട്ടർഫാൾ വെള്ളച്ചാട്ടത്തിന്റെ ആ സൗണ്ട് അത് ഓഡിറ്ററി ഇമേജറി. നമുക്ക് ഓഡിയോ ചെയ്യും അല്ലേ? ഓഡിറ്ററി ഇമേജറിയാണിത്. അതുപോലെ തന്നെ വീൽഡ് ദ സ്പൈറൽ വേ, സ്പൈറൽ ആകൃതിയിൽ അതിങ്ങനെ പറക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ പറക്കുന്നത് ഒരു മൂവ്മെന്റ് ആണ്, ചലനമാണ്. അപ്പൊ അതിനെ കിനസ്തെറ്റിക് ഇമാജറി എന്ന് പറയും. ഇനി ഇതിനകത്ത് ട്രിപ്പ് ഓഫ് ലേഹോള. ട്രിപ്പ് ഓഫ് ലേഹോള എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, അത് ആരുടെയാണ്? ഒരു നരേഷനാണ്. ഇത് ഒരു ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫിയാണ് ശരിക്കും ട്രിപ്പ് ഓഫ് ലേഹോള എന്ന് പറയുന്നത്. ട്രിപ്പ് അത് ആരുടെയാണ് ശരിക്കും? ഒരു ത്രില്ലിംഗ് ബലൂൺ ജേണി ഫ്രം ബെൽജിയം ടു പാരീസ് അല്ലെ? പാരീസിൽ നിന്നും ബെൽജിയത്തിൽ നിന്നും പാരീസിലേക്കുള്ള ഒരു എയർ ജേണിയാണ്, ബലൂൺ ജേണിയാണ് എന്ന് പറയുന്നത് ട്രിപ്പ് ഓഫ് ലേഹോള ഉപയോഗിച്ചിരിക്കുന്നത്. ഗൈഡ് മോപ്പസാങ്
ഒരു ട്രാവൽ എസ്സേ ആണത്. ആ ട്രാവൽ എസ്സേയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതും അതുപോലെ തന്നെയാണ് വിസിറ്റിംഗ് അഡ്വഞ്ചറസ് സ്പോർട്സ് ആൻഡ് ഓൾവേസ് ബീൻ ക്രേസ് ആണ്. നമുക്കൊരു ക്രേസ് ആയിരിക്കും ട്രാവലിംഗ് എസ്സേയിൽ. ഇവിടെയുള്ള ക്യാരക്ടേഴ്സ്, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്? there were 5 men in the balloon. ബലൂണിൽ 5 പേരുണ്ട്. ക്യാപ്റ്റൻ ജോവിസ്, ആ ക്യാപ്റ്റൻ ജോവിസിന് നന്നായിട്ട് ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് എക്സാമിന് ചോദിക്കും. ക്യാപ്റ്റൻ ജോവിസ് വാസ് ദെയർ ലീഡർ. പിന്നെ പീപ്പിൾ വണ്ടേഡ് അറ്റ് ദ സൈറ്റ് ഓഫ് ദ ബലൂൺ. താഴെ നിൽക്കുന്ന ജനങ്ങൾ ഈ ബലൂണിന്റെ കാഴ്ച കണ്ട് വളരെയധികം അത്ഭുതപ്പെടുകയാണ്. ആനിമൽസ് മെയ്ഡ് നോയ്സ് ആഫ്റ്റർ സീയിങ് ദ ബലൂൺ. അപ്പോൾ അതുപോലെ തന്നെ മൃഗങ്ങൾ ഇതിന് സൗണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നതിന് കാണുമ്പോൾ തന്നെ. അങ്ങനെ ബാരോമീറ്റർ ഏകദേശം 2350, അതായത് 2350 മീറ്റേഴ്സ് ഹൈറ്റിലായപ്പോഴേക്കും ബാരോമീറ്റർ കാണിച്ചപ്പോഴേക്കും ബലൂൺ നിൽക്കുകയാണ് ചെയ്യുന്നത്. ദേ എൻജോയ്ഡ് ദ വ്യൂ ഓഫ് പാരീസ് സിറ്റി. അങ്ങനെ അവർ ഒരു രാത്രി കൊണ്ട് പാരീസ് സിറ്റി മുഴുവനായിട്ട് വീക്ഷിച്ചു. കൂടാതെ ദേ വേർ അലോൺ ഇൻ ദ സ്പേസ് വിത്ത് മൂൺ. അവര് സൺസെറ്റ് കണ്ടു, സൺറൈസിങ് കണ്ടു, പിന്നെ ഡോൺ ഓഫ് മൂൺ, ചന്ദ്രോദയം വരെ അവർ കണ്ടു കഴിഞ്ഞു. ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് ജേർണി. അങ്ങനെ ലാസ്റ്റ് പാസഞ്ചേഴ്സ് താങ്ക്ഡ് ക്യാപ്റ്റൻ ജോവിസ് ഫോർ എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അപ്പൊ ഇതിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു? ആ 5 യാത്രക്കാരുടെ പേര് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കൂടാതെ ഇതിൽ ക്യാപ്റ്റൻ ആയിരുന്നത് ക്യാപ്റ്റൻ ജോവിസ് ആണ്. ക്യാപ്റ്റൻ ജോവിസിന്റെ ലീഡർ, ക്യാപ്റ്റൻ ജോവിസിന്റെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ നന്നായിട്ട് പഠിക്കുക. പിന്നെ ഒരു ഇന്റർവ്യൂ ചോദിക്കാം. ആരോട്? ഗൈഡി മോപ്പസാങ്ങിനോടോ? അതല്ല, ഗൈഡി മോപ്പസാങ് ആണ് ഇതിന്റെ നറേറ്റർ അല്ലെ, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹത്തോടുള്ള ഒരു ഇന്റർവ്യൂ ചോദിക്കാം, അതല്ലെങ്കിൽ ക്യാപ്റ്റൻ ജോവിസിനോടുള്ള ഒരു ഇന്റർവ്യൂ ചോദിക്കാം. അപ്പൊ ചാപ്റ്ററിന്റെ തീം നന്നായിട്ട് മനസ്സിലാക്കിയെങ്കിലേ ഇതൊക്കെ എഴുതാൻ നമുക്ക് സാധിക്കുള്ളൂ. കാരണം അവർക്ക് പേടിയുണ്ടായിരുന്നോ, എത്രമാത്രം അവർ അഡ്വഞ്ചറസ് അവർ ഫേസ് ചെയ്തു, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാപ്റ്റർ നന്നായിട്ട് നോക്കണം. പിന്നെ ഒരു ട്രാവൽ ഇൻഫോ, അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. ട്രാവൽ ഇൻഫോർമേഷൻ, എവിടേക്കെങ്കിലും യാത്ര പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറയാം. ഒരു ട്രാവൽ എസ്സേ, അതും ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്റർ ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ട്രാവൽ എസ്സേ, ട്രാവൽ ഇൻഫോ. പിന്നെ ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച് ആയിട്ട് ചോദിക്കാം. എവിടേക്കെങ്കിലും ട്രാവൽ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ് സ്പീച്ച്, അങ്ങനെ ഒരു സ്പീച്ച് ഇതിനകത്ത് എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നൊരു സ്പീച്ച് ചോദിക്കാം. ട്രാവൽ എസ്സേ, ട്രാവൽ ഇൻഫോ, പിന്നെ ഇന്റർവ്യൂ, കൺഗ്രാജുലേറ്റിംഗ് സ്പീച്ച്, ഇൻട്രൊഡക്ടറി സ്പീച്ച്, പിന്നെ ലൈവ് TV റിപ്പോർട്ട്, അതും ഇതിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കാരണം ഇവരുടെ ലൈവ് TV റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇവരെ ജേണി പുറപ്പെടുന്ന സമയത്തുണ്ടാവുന്ന അനുഭവങ്ങളെ കുറിച്ചുള്ള ഒരു ലൈവ് TV റിപ്പോർട്ട് ചോദിക്കുക. അതുപോലെ തന്നെ യാത്ര അവസാനിച്ചതിന് ശേഷം അവസാനിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരുപാട് ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്, അതിനെ വിവരിച്ചു കൊണ്ടുള്ള ഒരു ലൈവ് TV റിപ്പോർട്ട് ചോദിക്കാം. പിന്നെ നറേഷൻ എന്തായാലും ചോദിക്കാം. നറേഷൻ ആരുടെങ്കിലും ഒരു പോയിന്റ് ഓഫ് വ്യൂലുള്ള നറേഷൻ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാസഞ്ചേഴ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ അത് കാണുന്ന സ്പെക്ടേറ്റേഴ്സ് ആയിരിക്കാം. യാത്ര പോകുന്നവര് അവരുടെ ബലൂണ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു നറേഷൻ ചോദിക്കാം. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാം. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ന്യൂസ് പേപ്പർ റിപ്പോർട്ടും ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ യൂണിറ്റിലുള്ള ലാസ്റ്റ് ചാപ്റ്റർ ആണ് ദി സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവ്. എന്താ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവ് എന്ന് പറഞ്ഞത്? ഇറ്റ് ഈസ് അബൌട്ട് എ സ്ട്രേഞ്ച് റിച്വൽ ഓൺ ഫിജിയൻ ലെജൻഡ് അല്ലെ, ഒരു ഫിജിയൻ ഐതിഹ്യത്തെ കുറിച്ച് പറയുന്ന ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ആചാരത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതില് ലോങ് ഈഗോ എ ബ്യൂട്ടിഫുൾ പ്രിൻസസ് കോൾഡ് നേക്കോബോഗോ ആൻഡ് ഹെർ ഡോട്ടർ റോഡാലിസ്, ഒരു ലവ്ലി വില്ലേജ് നമുവാനയിലെ നല്ല 2 സ്ത്രീകളായിരുന്നു. അവർക്കൊരു ദിവസം അപകടം സംഭവിക്കുന്നതാണ്. എന്താണ്? വെന്റ് ഫോർ ഫിഷിംഗ് അല്ലെ, മീൻ പിടിക്കാൻ പോയപ്പോ ഫിഷർമാൻ ഓഫ് നെബുക്കല സീസ്ഡ് ദ 2 വിമൻ, ആ 2 സ്ത്രീകളെയും അവിടുത്തെ നെബുക്കല വില്ലേജിലെ ഫിഷർമാൻ പിടിച്ചുകൊണ്ട് പോയതാണ്. ദ 2 വിമൻ ക്രൈഡ് ഫോർ ഹെൽപ്പ്, അവർ സഹായത്തിന് വേണ്ടി കരഞ്ഞെങ്കിലും യാതൊരു രക്ഷയുണ്ടായിരുന്നില്ല. പക്ഷേ there was a huge storm, വലിയൊരു കൊടുങ്കാറ്റ് അവിടെ ഉണ്ടായി. they saw these 2 women were turned into giant turtles. അങ്ങനെ 2 സ്ത്രീകളും ആമയായിട്ട് മാറുന്ന ഒരു സ്റ്റോറിയാണ് പറയുന്നത്. അത് കണ്ടപ്പോൾ ഫിഷർമാൻ were afraid, അവർ നന്നായിട്ട് പേടിച്ചു. they threw the turtles into the sea. അങ്ങനെ ആ ആമകളെ 2 എടുത്തിട്ട് അവർ കടലിലേക്ക് എറിയുകയും അവർ അവരുടെ ജീവനും കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തു. Even today the women from Namuana village dressed in mourning sing for their beloved one. ഇന്നും ആ ആചാരം അവിടെ നിലനിർത്തുന്നു, അവരുടെ പ്രിൻസസിനും അവരുടെ ക്യൂനും വേണ്ടിയിട്ട് നിലനിർത്തുന്ന സംഭവമാണ്. The turtles come up the surface when the Namuana villagers
സിംഗ് ദ സോങ്. അവർ നല്ലൊരു ഒരു പ്രത്യേക പാട്ടൊക്കെ പാടി ഈ നമുവാന വില്ലേജിലെ സ്ത്രീകൾ കടപ്പുറത്ത് പോയി നിൽക്കുന്നു. പക്ഷെ നെബുക്കലോവിൽ ആരെങ്കിലും വരികയാണെങ്കിൽ ആ ടേർട്ടിൽസ് എന്ത് ചെയ്യില്ല, കടപ്പുറത്തേക്ക് വരില്ല. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ ഒരു ലെജൻഡിനെ കുറിച്ച് ചോദിക്കാം. എന്താണ് അവരിങ്ങനെ ഒരു ടേർട്ടിൽസിനെ ആചാരം അവർ നടത്താനുള്ള കാരണം. അപ്പൊ നമുക്ക് സ്റ്റോറി അറിഞ്ഞിരിക്കണം. എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് നമുവാനയിലെ ആ പ്രത്യേക ആചാരത്തിന്റെ പ്രത്യേക അതിന്റെ പിന്നിലുള്ള ആ ലെജൻഡ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഡിബേറ്റ് ചോദിക്കാം. ഡിബേറ്റ് എന്ന് പറയുന്നത് വിമൺ എംപവർമെന്റിനെ കുറിച്ചാണ്. ഇന്നും സ്ത്രീകൾ വിമൺ എംപവേർഡ് ആണോ എന്നുള്ളതിനെ കുറിച്ചൊരു 4 പോയിന്റ് ചിലപ്പോൾ നമുക്ക് തരും. അതിന്റെ ആർഗ്യൂ ചെയ്തിട്ട് നമ്മൾ 4 പോയിന്റ് എഴുതി വെക്കേണ്ടി വരും. ട്രാവൽ ബ്രോഷർ ഇതിനകത്ത് ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു പ്ലേസിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, അതാണ് ട്രാവൽ ബ്രോഷർ എന്ന് പറയുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു ലെജൻഡിനെ കുറിച്ച് ചോദിക്കാം. നമ്മളെ നാട്ടിൽ ആചരിച്ചു പോകുന്ന ഏതെങ്കിലും ഒരു റിച്വലിനെ കുറിച്ച്, ലെജൻഡിലെ റിച്വലിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. ഇതിന് കോൺവെർസേഷൻ ചോദിക്കാറുണ്ട്. കാരണം ആ നമുവാന വില്ലേജിലെ ജനങ്ങളിലേക്ക് ആ സെലിബ്രേഷൻ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവിടെ കാണുന്ന ഏതെങ്കിലും ഒരു നമുവാന നിവാസിയോട് നടത്തുന്ന ഒരു കോൺവെർസേഷൻ, ഒരു ഇന്റർവ്യൂ കോൺവെർസേഷൻ എന്തായാലും എല്ലാ ചാപ്റ്ററിനും ചോദിക്കുന്നതാണ്. പിന്നെ സ്പീച്ച്, ഇൻട്രൊഡക്ടറി സ്പീച്ച് ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് നമ്മൾ ആൾക്കാരെന്ത് ചെയ്യുക, വെൽക്കം ചെയ്യുന്ന ഒരു സ്പീച്ച്, അതാണ് ഇൻട്രൊഡക്ടറി സ്പീച്ച് എന്ന് പറഞ്ഞാൽ ആ ലൊക്കേഷനെ കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് പറയുന്നത്. റിച്വല്, ഏതെങ്കിലും ഒരു റിച്വല്, ഇൻട്രൊഡക്ടറി സ്പീച്ച്, ഡിബേറ്റ്, വിമൺ എംപവർമെന്റിനെ കുറിച്ച് ഒരു സ്പീച്ച് വേണമെങ്കിൽ നടത്താം. അതുപോലെ ഇന്റർവ്യൂ, കോൺവെർസേഷൻ, ഈ രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതെന്ത് ചോദിക്കുക, സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവ് എന്നുള്ളതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇനി 4ാമത്തെ യൂണിറ്റ് ബ്രേവിംഗ് ദ ഹസാർഡ്സ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് 3 ചാപ്റ്റേഴ്സ് തന്നെയാണ്. ഒന്ന് ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ, ദ സാറാങ് ഓഫ് റാണഗഞ്ചി, ദ റെക്ക് ഓഫ് ദി ടൈറ്റാനിക്. ഇങ്ങനെ 3 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓഫ് ഇന്ത്യ. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? 2 ടൈപ്പ് ഓഫ് ഡിസാസ്റ്ററിനെ കുറിച്ചാണ് പറയുന്നത്. ആ 2 ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ ഏതൊക്കെയാണ്? മാൻമെയ്ഡ് ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റർ. മാൻമെയ്ഡ് ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റർ, മനുഷ്യനിർമ്മിതമായ ഡിസാസ്റ്ററും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചുമാണ് പറയുന്നത്. പിന്നെ ഇതിൽ ചോദിക്കുന്നത് ഡിസാസ്റ്റർ എഫക്റ്റ് ബോത്ത് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. എങ്ങനെയൊക്കെയാണ് വികസ്വര രാജ്യങ്ങളെയും വികസിത രാജ്യങ്ങളെയും ഏതൊക്കെ രീതിയിലാണത് ബാധിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഇന്ത്യ ഫേസ് ഡിസാസ്റ്റർ, ഇന്ത്യ ഏറ്റവും കൂടുതൽ ഡിസാസ്റ്റർ അനുഭവിക്കാനുള്ള കാരണം, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഗുജറാത്തില്, മുംബൈയില്, ചെന്നൈയില്, അങ്ങനെ കേരളത്തിലൊക്കെ ഒരുപാട് സുനാമി, ഫ്ലഡ് ഒക്കെ വരുന്നുണ്ട്. അതിനുള്ള കാരണങ്ങൾ എന്താണുള്ളത്? പിന്നെ സം ഓഫ് ദി മാൻമെയ്ഡ് ഡിസാസ്റ്ററിന് എക്സാമ്പിൾ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഉണ്ട്, അറയോട്ട് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ എൻഡോസൾഫാൻ ദുരന്തം ഒക്കെ പറയാം. ഇന്ത്യ എന്തുകൊണ്ടാണ് ഒരു ഹൈലി പ്രോൺ ടു ഡിസാസ്റ്റർ ആയിട്ട് മാറിയത്? അതിന്റെ ജിയോളജിക്കൽ ഫോർമേഷനും ജിയോഗ്രഫിക്കൽ ലൊക്കേഷനും ആണെന്ന് പറയുന്നുണ്ട്. ഇന്ത്യക്കാരെ കൂടാതെ ഒരുപാട് തീരപ്രദേശങ്ങളുണ്ട്, സ്നോ ക്ലാഡ് പീക്ക് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, മൗണ്ടെയിൻസ്, അങ്ങനെയൊക്കെ കൂടി ഒരു പ്രകൃതിയുടെ ഒരു വരദാനമാണ് ഇന്ത്യ. ഡെത്ത്, ഡാമേജ്, ഡിസ്ട്രക്ഷൻസ്, പിന്നെ അതിന്റെ ഇമ്പാക്ട്സ്, അതെന്തായാലും എക്സാമിന് ചോദിക്കും. എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് ഈ ദുരന്തം കൊണ്ടുണ്ടാകുന്നത് എന്ന്. രണ്ടിലും ഒരേപോലെ തന്നെ ഇമ്പാക്ട്സ് ഉണ്ടാവും. പക്ഷെ മാൻമെയ്ഡ് ആവുമ്പോൾ നമുക്ക് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്, കാരണം അതൊരിക്കലും തിരുത്താൻ പറ്റാത്ത അത്രയ്ക്ക് ദുരന്തമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഡിസാസ്റ്റർ കോസ് ഡാമേജ് ടു ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം, ഏറ്റവും അതാണ്. റീഹാബിലിറ്റേഷൻ, പിന്നെ അതിൽ പറയുന്ന മാനേജ്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട റീഹാബിലിറ്റേഷൻ ആണ്, പുനരുദ്ധാരണം. ഡിസാസ്റ്റർ ഒക്കെ കഴിഞ്ഞു, പിന്നെ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, സാധാ പോലെ ആക്കി മാറ്റണം. അതിന് ആരുടെ റോൾ അത്യാവശ്യമാണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് റോൾ അത്യാവശ്യമാണ്. അത് സെൻട്രൽ ഗവൺമെന്റിനും അതേപോലെ റോളുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിനും റോളുണ്ട്. അതിന്റെ ടീംസ് എങ്ങനെയൊക്കെ എക്വിപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ വളരെ വിശദമായിട്ട് ചാപ്റ്ററിൽ പറയുന്നുണ്ട്. റെസ്ക്യൂ ടീംസ് വിൽ ബി എക്വിപ്ഡ് വിത്ത് ദി ലേറ്റസ്റ്റ് ടെക്നോളജി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് എപ്പോഴും ദുരന്തം നമുക്ക് നേരിടാം. അപ്പൊ അതുകൊണ്ട് റെസ്ക്യൂ ടീമിനെ, ഈ സുരക്ഷാ നിവാരണ സംഘത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, വളരെയധികം എക്വിപ്ഡ് ആക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമുക്ക് പറയാം, ഒന്ന് ലൈവ് TV റിപ്പോർട്ടാണ്. ലൈവ് TV റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിസാസ്റ്റർ ഏരിയ കാണിച്ചുകൊണ്ട് ഇവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യുക. പിന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്തായാലും ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ചൊരു എസ്സേ ചോദിക്കാം. ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ചും ഒരു എസ്സേയും ഇതിനകത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അതിലെ അടുത്ത ചാപ്റ്റർ ഏതാ പറയുന്നത്?
സാറാങ് ഓഫ് റാണഗഞ്ചി ഒരു ഇമ്പോർട്ടന്റ് സ്റ്റോറിയാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇതിന് വേറൊരു സോറി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യാണ് പ്രസി റൈറ്റിംഗ്. ഒരു വലിയ എസ്സേ അല്ലെങ്കിൽ വലിയ 2 പാരഗ്രാഫ് ക്വസ്റ്റ്യൻ പാരഗ്രാഫിനകത്ത് തന്നിട്ടുണ്ടാവും, അതിന് നമ്മൾ പ്രസ്സിയാക്കി ചുരുക്കണം. അതായത് 3-1 സംഗ്രഹിച്ചെഴുതാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും കൂടിയാണത്. പ്രസ്സി റൈറ്റിംഗ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം ജസ്റ്റ് 1-2 പ്രാവശ്യം അത് വായിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് എന്താണോ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം മാത്രം അവിടെ എഴുതി വയ്ക്കുക. തന്നിരിക്കുന്ന പാരഗ്രാഫിന്റെ 3-1 മാത്രമേ എഴുതാൻ പാടുള്ളൂ. അതിന് എത്ര വേർഡ്സ് ആണോ നോക്കുക, വേർഡ്സിനെ ഡിവൈഡഡ് ബൈ 3 അതാണ്. അപ്പൊ അത്രയും 3-1 അതിൽ എഴുതാൻ പാടുള്ളൂ. അതാണ് പ്രസ്സി റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി സാറാങ് ഓഫ് റാണഗഞ്ചി എന്താ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് അല്ലെ. അതായത് ഷോർട്ട് സ്റ്റോറിയാണ് ഡോക്ടർ എ.ജെ. ക്രോണിൻ. നമുക്ക് അറിയാത്ത ഒരു വ്യക്തിയല്ല ഡോക്ടർ എ.ജെ. ക്രോണിന്റെ പ്രൊഫൈൽ എപ്പോഴും ചോദിക്കാറുണ്ട് എക്സാമിന്. എ.ജെ. ക്രോണിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഹസ്സൻ, ഇതിൽ മെയിൻ ക്യാരക്ടർ ആണ് ഹസ്സന്റെ ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. പബ്ലിക് എക്സാമിന് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹസ്സൻ ആണ്. ഹസ്സന്റെ പ്രത്യേകത ആണ് അഗ്ലി ലുക്കിംഗ് ആണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അത് നമ്മൾ ഫിസിക്കൽ അപ്പിയറൻസ് ആണ് ഒരാളുടെ എഴുതിക്കുക, ഷോർട്ട് ലെഗ്സ്, അതുപോലെ തന്നെ ഡിസ്പ്രപ്പോർഷനേറ്റ് ഹെഡ് ഒക്കെ ആയിട്ട്. പിന്നെ അതിൽ വേറൊരു കഥാപാത്രമുണ്ട് മിസ് ജോബ് സ്മിത്ത്. അപ്പൊ അദ്ദേഹത്തെ റെഡിക്യൂൾ ചെയ്യുന്നുണ്ട്, പരിഹസിക്കുന്നൊക്കെ ഉണ്ട്. സം ഓഫ് ദ ക്രൂ ഗെറ്റ് ഇൻഫെക്റ്റഡ് സ്മോൾ ബോക്സ്. ഇതിന്റെ ഒരു ക്ലൈമാക്സ് ആയിട്ട് പറയുന്നത് ആ സ്റ്റോറിയുടെ ഒരു റൈസിങ് ആക്ഷൻ. അവിടെ എന്തനുഭവപ്പെടാണ് കപ്പലിന്? സ്മോൾ പോക്സ്, വസൂരി അനുഭവപ്പെടുന്നതാണ്. അപ്പൊ ഡോക്ടറുടെ ഡ്യൂട്ടിയാണ്, ഡോക്ടർ എ.ജെ. ക്രോണിന്റെ ഡ്യൂട്ടിയാണ് എന്ത് ചെയ്ത് എങ്ങനെയെങ്കിലും വസൂരിക്കാരെ കണ്ടെത്തി ചികിത്സിക്കണം. പക്ഷേ ടു കൺട്രോൾ ദി സ്പ്രെഡിങ് ഡിസീസ്, ആ ഡിസീസ് കൺട്രോൾ പകരുന്നത് തടയുകയും വേണം. ഹസ്സൻ വോളണ്ടറിലി അഗ്രി ടു ടേക്ക് കെയർ ഓഫ് ദ പേഷ്യന്റ്. അങ്ങനെ ഹസ്സൻ യാതൊരു മടിയും കൂടാതെ ആ പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യുന്നു. അദ്ദേഹം ആ രോഗികൾക്ക് മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുന്നു. എല്ലാ മെഡിസിനും ഇൻ ടൈം ആയിട്ട് തന്നെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ സപ്പോർട്ടഡ് ദ ഡോക്ടർ ഇൻ മെനി വേസ്. ഒരുപാട് രീതിയിലാണ് അദ്ദേഹം ഡോക്ടറെ സപ്പോർട്ട് ചെയ്യുന്നത്. ശരിക്കും ഇവിടെ ഹസ്സന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഓഫ് ലവ്, കെയർ, അഫെക്ഷൻ, സിൻസിയറിറ്റി, ഡിവോഷൻ, ഡെഡിക്കേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. ഈവൻ ദോ ഈസ് എൻ ഓർഫൻ അല്ലെ. അദ്ദേഹത്തിന് നാളെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല. അതുപോലെ തന്നെ അദ്ദേഹം ഒരു സർവീസ് മൈൻഡഡ് ആണ്. പൈസയോട് യാതൊരു ആർത്തിയും ഇല്ലാത്ത മനുഷ്യനാണ്. പഞ്ചാബുകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നേഷനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ ഓർഫനാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ആരും കുടുംബത്തിലോ ബൈ റിലീജിയൻ ഹി വാസ് എ മുസ്ലിം അതും പറയുന്നുണ്ട്. പിന്നെ ഈ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവം, ഹി വർക്ക്ഡ് എമംഗ് ലിവ്ഡ് പുവർ, പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കുന്നു, പാവപ്പെട്ടവനായിട്ട് മരിക്കാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. നാളെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാത്ത ഒരു പ്രത്യേക മനുഷ്യ സ്നേഹിയാണ് ആര്? ഹസ്സൻ. അപ്പൊ ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള പറഞ്ഞല്ലോ, ഹസ്സന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. അതുപോലെ തന്നെ ആ സ്മോൾ പോക്സ് പടർന്നു പിടിച്ച സാഹചര്യം ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിട്ട് എഴുതാൻ ചോദിക്കും. ഇന്റർവ്യൂ എന്തായാലും ചോദിക്കും. ഒന്നുകിൽ ഹസ്സനോടുള്ള ഇന്റർവ്യൂ, അതല്ലെങ്കിൽ എ.ജെ. ക്രോണിനോടുള്ള ഇന്റർവ്യൂ, ആ എക്സ്പീരിയൻസ് ചോദിക്കാം. അതല്ലെങ്കിൽ വൺ ഓഫ് ദി ഷിപ്പ് പാസഞ്ചർ, ആ പാസഞ്ചേഴ്സിൽ ഏതെങ്കിലും ഒരാളോട്, ജോബ് സ്മിത്തിനോട് തന്നെ ആവാം. പിന്നെ സ്പീച്ചാണ്, സ്പീച്ച് എന്തായാലും ചോദിക്കാം. ലെറ്റർ ചോദിക്കാം. ലെറ്റർ ഏതൊക്കെ രീതിയിൽ ചോദിക്കാം? എ.ജെ. ക്രോണിന്റെ ലെറ്റർ ചോദിക്കാം, ഹസ്സന്റെ ലെറ്റർ. ഹസ്സന് എഴുതാൻ അറിയില്ല, അപ്പൊ ഹസ്സന്റെ സ്പീച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ എ.ജെ. ക്രോണിന്റെ 2 ലെറ്റർ ചോദിക്കാം, ഒഫീഷ്യൽ ലെറ്ററും അതുപോലെ തന്നെ ഇൻഫോർമൽ ലെറ്ററും ചോദിക്കാം. എ.ജെ. ക്രോണിൻ ആ ഷിപ്പ് റാണഗഞ്ചി ഷിപ്പ് കമ്പനിക്ക് ഹസ്സൻ ഒരു പ്രൊമോട്ട് അല്ലെങ്കിൽ റിവാർഡ് പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ലെറ്റർ ആവാം. അത് ഒഫീഷ്യൽ ലെറ്റർ ആയിട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ എ.ജെ. ക്രോണിന്റെ ഏതെങ്കിലും ഫ്രണ്ട്സിനോട് ഹസ്സനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു ലെറ്റർ ചോദിക്കാം. പിന്നെ കോൺവെർസേഷൻ ചോദിക്കാം. ആരൊക്കെ തമ്മിലുള്ള എ.ജെ. ക്രോണിൻ ജോബ് സ്മിത്ത് തമ്മിലുള്ള കോൺവെർസേഷൻ ചോദിക്കും, ഹസ്സനെ കുറിച്ച് പറയുന്നത്. പിന്നെ സ്പീച്ച്, ഹസ്സന്റെ ആ ഒരു ഡെഡിക്കേഷനെ കുറിച്ച് എ.ജെ. ക്രോണിൻ നടത്തുന്ന സ്പീച്ച് ആവാം, അതല്ലെങ്കിൽ ഹസ്സൻ നടത്തുന്ന സ്പീച്ച് ആവാം. ഇത്രയും സംഭവങ്ങളൊക്കെ ഏകദേശം ഇതിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദ സാറാങ് ഓഫ് റാണഗഞ്ചി എന്നുള്ളതിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഗ്രാമർ പാർട്ട് വേറെ ചോദിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് യൂണിറ്റ് നോക്കാം. ഒരു നെക്സ്റ്റ് യൂണിറ്റ് അല്ല, ഇതിനകത്തൊരു പോയം ഉണ്ട്, റെക്ക് ഓഫ് ദ ടൈറ്റാനിക്. റെക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്ന് പറയുന്ന പോയം ഇതിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയമാണ്. ടൈറ്റാനിക് ഷിപ്പിന്റെ തകർച്ചയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ദ പോയം ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ഹോണർ ടു ദ ക്യാപ്റ്റൻ സ്മിത്ത്. കൂടാതെ ക്യാപ്റ്റൻ സ്മിത്തിനെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു പോയമാണ് റെക്ക് ഓഫ് ദി ടൈറ്റാനിക്. ഇറ്റ് സെലിബ്രേറ്റ് ദയർ കറേജ് ആൻഡ് ഹോണസ്റ്റി. ധൈര്യവും സത്യസന്ധയും അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്.
പോയം എന്ന് പറയുന്നത് ബെഞ്ചമിൻ കീത്തിന്റെ ഒരു ബ്യൂട്ടിഫുൾ പോയമാണ് ഗ്രേറ്റസ്റ്റ് ട്രാജഡി ഇൻ ദ സീ. ദ പോയം എക്സ്പ്രസസ് സം നോബിൾ ആക്ട്സ് ഓഫ് കറേജ് ആൻഡ് ഹീറോയിസം. ടൈറ്റാനിക് വാസ് ദ കോൾഡ് ആസ് എ പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ. അപ്പോൾ ട്രാവലേഴ്സ് വളരെ പ്രൗഡോട് കൂടിയാണ് കപ്പലിനകത്തേക്ക് കയറുന്നത്. ബട്ട് ഇറ്റ് വാസ് സ്ട്രക്ക് ആൻഡ് ഡിസ്ട്രോയ്ഡ്. പക്ഷെ അത് കൊളൈഡ് ചെയ്യാണ് ഒരു ഐസ്ബർഗിൽ വെച്ചിട്ട്. അങ്ങനെ അത് നാശാവുകയാണ് ചെയ്യുന്നത്. ദേ വർ മെനി ഹീറോസ് ഇൻ ദ സിങ്കിങ് ഷിപ്പ്. ക്യാപ്റ്റൻ സ്മിത്ത്. ക്യാപ്റ്റൻ സ്മിത്തിനെ കുറിച്ചൊരു അവലോകനം നമുക്ക് ചോദിക്കാം ഈ പോയത്തിന്. ഹി വാസ് വെരി ബ്രേവ് ആൻഡ് ഡിറ്റർമൈൻഡ്. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ സ്കെച്ചിന്റെ പ്രത്യേകത എന്തായാലും ചോദിക്കും. The crew also proved their courage. The bandsmen continued play music till their end. The poem celebrate courage of ക്യാപ്റ്റൻ സ്മിത്ത്. അപ്പൊ ക്യാപ്റ്റൻ സ്മിത്തിനെ കുറിച്ചാണ് പോയതിൽ കംപ്ലീറ്റ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ധീരതയെ കുറിച്ചുള്ള സംഭവങ്ങൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാം. റെക്ക് ഓഫ് ദ ടൈറ്റാനിക്കിന്റെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തന്നെ ചോദിക്കാം. പിന്നെ ഇതിന് നേരത്തെ പറഞ്ഞതുപോലെ എലാബറേറ്റ് ചെയ്യാൻ ചോദിക്കും. ഇതിലെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് പേഴ്സോണിഫിക്കേഷൻ, ഓക്സിമോറോൺ ആൻഡ് മെറ്റഫർ ആണ്. പേഴ്സോണിഫിക്കേഷൻ ടൈറ്റാനിക്കിനെ തന്നെ ഇവിടെ പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. ഷീ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. ഓക്സിമോറോൺ എന്ന് പറയുമ്പോൾ ഐസ്ബർഗിന് ഗോസ്റ്റ്ലി വൈറ്റ് എന്ന് പറയുന്ന ഒരു ഓക്സിമോറോണിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. മെറ്റഫർ എന്ന് പറയുന്നത് ടൈറ്റാനിക് മെറ്റഫോറിക്കലി ഡിസ്ക്രൈബ്ഡ് ആസ് എ പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ. അതൊരു മെറ്റഫർ എക്സ്പ്രഷൻ ആണ്. പിന്നെ ഇതിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മെസ്സേജ് ആണ്. മെസ്സേജ് പറഞ്ഞാൽ വി ഷുഡ് ബി ഹോണസ്റ്റ് ആൻഡ് ട്രൂ ഈവൻ ഇൻ ദ ഫേസ് ഓഫ് ഡെത്ത്. അപ്പോൾ മരണത്തിന്റെ മുന്നിൽ നമ്മൾ എപ്പോഴും എങ്ങനെ ആയിരിക്കണം? ഹോണസ്റ്റ് ആയിരിക്കണം, ട്രൂത്ത് ആയിരിക്കണം. ഹ്യൂമാനിറ്റി ക്യാൻ നെവർ ബി ഡിഫീറ്റഡ് ഈവൻ ബൈ ദ ഡെത്ത്. ഒരിക്കലും മനുഷ്യത്വം തകരരുത്. മരണത്തിന്റെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ മനുഷ്യരല്ലാതെ ആവരുത് എന്നുള്ള ഒരു മെസ്സേജാണ് ഇതിനകത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. മെസ്സേജ് എന്തായാലും ചോദിക്കാം. സൺറൈസ് ഓൺ ദ ഹിൽസിലെ മെസ്സേജ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അഞ്ചാമത്തെ യൂണിറ്റിൽ ഹാർമണി ഓഫ് ലൈഫ്. അതിനകത്ത് 3 ചാപ്റ്ററാണുള്ളത്. ഒന്നാമത്തത് ഗൂസ്ബെറീസ് എന്നൊരു ഷോർട്ട് സ്റ്റോറി, ആന്റൺ ചെക്കോവിന്റെ ഷോർട്ട് സ്റ്റോറിയാണ്. രണ്ടാമത്തെ ടു സ്ലീപ്പ് എന്ന് പറയുന്ന വില്യം വേർഡ്സ്വർത്തിന്റെ ഒരു പോയം. ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന് പറഞ്ഞ മാക്സ് ബീർബോമിന്റെ ഒരു എസ്സേ. ഈ 3 ചാപ്റ്ററിന്റെ ആദ്യത്തെ ചാപ്റ്റർ ഗൂസ്ബെറീസ് ആണ്. ഗൂസ്ബെറീസ് എന്ന ഷോർട്ട് സ്റ്റോറി ആരുടെയാണ് മനസ്സിലായല്ലോ. അതിന്റെ തീം എന്ന് പറഞ്ഞാൽ സെർച്ച് ഓഫ് ഹാപ്പിനെസ്, സന്തോഷത്തിന് വേണ്ടിയുള്ള കണ്ടെത്തലാണ്. അതിൽ 2 ബ്രദേഴ്സ് ആണ്, ഇവാൻ, നിക്കോളെ. സീക്ക് ടു ബി ഹാപ്പി. അവർ രണ്ടാളും ഹാപ്പി ആവുന്നതിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്, എങ്ങനെ ഹാപ്പി ആവാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച്. ഇവാന്റെ ജോബ് എന്ന് പറഞ്ഞാൽ വെറ്റിനറി ഡോക്ടറാണ്. നിക്കോളയാണെങ്കിൽ ഒരു ഫാം ഹൗസ് ഒക്കെ നടത്താൻ വലിയൊരു ആഗ്രഹമുള്ള ഒരാളാണ്. ആൻഡ് ഫാം ഹൗസ് വേണം, പക്ഷെ അതിനകത്തൊരു ഗൂസ്ബെറി തോട്ടം കൂടെ വേണം. ഹി അച്ചീവ്സ് ഹിസ് ഡ്രീം ബൈ സാക്രിഫൈസിങ് മെനി തിങ്സ് ലൈക്ക് ഹാപ്പിനെസ്, ഹെൽത്ത്, ജോയ്, ഫുഡ്, ക്ലോത്ത് ആൻഡ് അതർ എന്റർടൈൻമെന്റ്. എല്ലാ വസ്തുക്കളെയും സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഡ്രീം നേടിയെടുക്കുകയാണ്. ഇൻ ദ എൻഡ് നിക്കോള ഈസ് സോ ഹാപ്പി ഇൻ ഹിസ് ഓൺ ഫാം ഹൗസ് വിത്ത് ഗൂസ്ബെറീസ്. അവസാനം അയാൾ വളരെയധികം സന്തോഷവാനാവാണ്. ഇവാൻ ആണെങ്കിൽ നെവർ ചെറിഷസ് എ ഡ്രീം ഇൻ ഹിസ് ലൈഫ്. ഈസ് അൺഹാപ്പി സീയിങ് ദ നിക്കോള ഈസ് ഹാപ്പി. അപ്പൊ നിക്കോള സന്തോഷവാനാകുമെന്ന് കാണുമ്പോൾ ഇവാന് അൺഹാപ്പി ആവാണ് ചെയ്യുന്നത്. ഹി കാൻഡ് ഈവൻ ബിയർ ദ സൈറ്റ് ഓഫ് എ ഹാപ്പി ഫാമിലി. അദ്ദേഹത്തിന് ഒരിക്കലും ഹാപ്പി ഫാമിലി നയിക്കാൻ സാധിച്ചിട്ടില്ല. ബട്ട് നിക്കോള ഫുൾഫിൽ ഹിസ് ലൈഫ് ഡ്രീം. ഹി ഫോളോ ഹിസ് ഗോൾ വിത്തൗട്ട് എനി കോംപ്രമൈസ്. ഇൻ ദ എൻഡ് ഇവാൻ ഫീൽസ് കൺഫ്യൂസ്ഡ് ആസ് വാട്ട് ഈസ് ട്രൂ ഹാപ്പിനെസ്. അപ്പൊ അവസാനം അദ്ദേഹം കൺഫ്യൂസ്ഡ് ആവാണ്. ശരിക്കും ഹാപ്പിനെസ് എന്നാൽ എന്താണ് ശരിക്കും? വെദർ ടു ചേസ് അവർ ഡ്രീം, നമ്മൾ സ്വപ്നത്തിന്റെ പിന്നാലെ പോകുന്നതാണോ, അതും ഇങ്ങനെ ഒരുപാട് വസ്തുക്കൾ നമ്മളെ നല്ല കാലം ശരിക്കും ജീവിക്കാതെ ത്യജിച്ചുകൊണ്ട് സ്വപ്നത്തിന്റെ പിന്നാലെ പോകുന്നതാണോ, സ്വപ്നത്തിന് വേണ്ടി ജീവിക്കുന്നതാണോ ട്രൂ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. പക്ഷെ നല്ല കാലത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടും എന്നാണ് അവസാനം ഇവാന് പറയുന്നത്. അപ്പൊ ഇതിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് 2-3 ക്വസ്റ്റ്യൻസ്. ഒന്ന് ഇവാന്റെ ക്യാരക്ടർ സ്കെച്ച്, നിക്കോളയുടെ ക്യാരക്ടർ സ്കെച്ച്. പിന്നെ അതുപോലെ തന്നെ ആന്റൺ ചെക്കോവിന്റെ പ്രൊഫൈല് ചോദിക്കാം. പിന്നെ ഹാപ്പിനെസിന്റെ ഡിഫറെന്റ് വേസ് എപ്പോഴും ചോദിക്കാറുണ്ട്. അതൊരു സ്പീച്ച് ആയിട്ടോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിക്ക് ചോദിക്കാം. ഒരു എസ്സേ ആയിട്ടോ പാരഗ്രാഫ് ആയിട്ടോ ഒക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ ഡിബേറ്റ് എപ്പോഴും ചോദിക്കാറുണ്ട്. എങ്ങനെ ഡിബേറ്റ് ചോദിക്കുന്നത്? ഒരു ഹാപ്പി ലൈഫിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ച് ഡിബേറ്റ് ചോദിക്കും. സെമിനാർ റിപ്പോർട്ട് ചോദിക്കാറുണ്ട്. റിവ്യൂ. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ സ്റ്റോറിയുടെ റിവ്യൂ പഠിച്ചു വെക്കുക.
റിവ്യൂ എപ്പോഴും ചോദിക്കും. റിവ്യൂ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്യാരക്ടർ സ്കെച്ച് അതിൽ നിന്ന് കിട്ടും. പിന്നെ ഈ സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്കുള്ള ആൻസർ ആവും. പിന്നെ എസ്സേ ചോദിക്കുന്നത് മണി ആൻഡ് വോഡ്ക, അത് തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അതിൻ്റെ റോള് ജീവിതത്തിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് എപ്പോഴും ഒരു എസ്സേ ചോദിക്കാറുണ്ട്. മണി ലൈക്ക് വോഡ്ക എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ ലൈഫ്. അപ്പം അത് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ അതിനെ ബേസ് ചെയ്ത് ഡിബേറ്റും ചോദിക്കാറുണ്ട്. ഇനി അതുപോലെ ടു സ്ലീപ്പ് എന്നുള്ള പോയം, അതാരുടെ പോയാണ്? വില്യം വേർഡ്സ്വർത്തിന്റെ പോയാണ്. സ്ലീപ്പ് എന്നുള്ള പോയത്തിൽ അദ്ദേഹം പറയുന്നത് പിന്നെ പോയറ്റ് കുഡ് നോട്ട് സ്ലീപ്പ് ഫോർ 3 days, 3 ദിവസമായിട്ട് പോയറ്റിന് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. സോ ഹി വാസ് വറീഡ്. സം ഇമേജസ് ഓഫ് നേച്ചർ ഫ്ലാഷ് ത്രൂ മൈൻഡ്. പിന്നെ ഇതിൽ കാണിക്കുന്ന ഇമേജസ് ആണ്, അദ്ദേഹത്തിന് മനസ്സിലൂടെ കടന്നു പോയിട്ടുള്ള ഒരുപാട് ഇമേജസ് അദ്ദേഹം കാണിക്കുന്നുണ്ട്. ദ പോയം പ്രസന്റ് സം ഫൈനസ്റ്റ് സൈറ്റ്സ് ആൻഡ് സൗണ്ട്. പിന്നെ നല്ല നല്ല സൗണ്ടുകൾ, കാഴ്ചകളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. സ്ലീപ്പ് ആസ് മിസ്ട്രസ്, ഇറ്റ് ഈസ് ദ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയ്സ്. സ്ലീപ്പ്, ഇമ്പോർട്ടൻ്റ് ഓഫ് സ്ലീപ്പ് ഇതിൽ ചോദിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ. അതാണ് സ്ലീപ്പ് എന്ന് പറഞ്ഞ പ്രത്യേകത. ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ, 2 പകലുകൾ തമ്മിലുള്ള ഒരു ബാരിയർ, ബ്ലെസ്ഡ് ബാരിയർ ആണ് സ്ലീപ്പ്. പിന്നെ ഇതിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മെസ്സേജാണ്. മെസ്സേജ് പറഞ്ഞല്ലോ, പോയത്തുനിന്ന് ചോദിക്കുന്ന മെസ്സേജ് എന്താണ്? സ്ലീപ്പ് ഈസ് എൻ ഇനെവിറ്റബിൾ ഫോർ ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയ് ഹെൽത്ത്. അപ്പം നല്ല ജോയസ് ഹെൽത്തും അതുപോലെ ഫ്രഷ് തോട്ടും കിട്ടണമെങ്കിൽ സ്ലീപ്പിംഗ് ഈസ് നെസസറി, അല്ലേ? ലവർ ഓഫ് നേച്ചർ ക്യാൻ എൻജോയ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ഈവൻ അറ്റ് ദ ടൈം ഓഫ് സ്ലീപ്ലെസ്നെസ്. അപ്പോൾ ഉറക്കം കിട്ടാത്ത സമയത്ത് ഒരു നേച്ചറിനെ എൻജോയ് ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേച്ചറിനെ കുറിച്ച് ആലോചിച്ച് ഉറങ്ങാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അത് ഏത് രീതിക്കുള്ള നേച്ചറിൻ്റെ ഡെപ്പിക്റ്റും നമുക്ക് ആലോചിച്ച് നോക്കാം. പിന്നെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, പേഴ്സോണിഫിക്കേഷൻ, മെറ്റഫർ, ഓക്സിമോറോൺ. അപ്പോൾ സ്ലീപ്പിനെ ഒരു പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ഈ പോയത്തിലൂടെ. പിന്നെ മെറ്റഫർ ഉപയോഗിച്ചിരിക്കുന്നത് സ്ലീപ്പ് എന്നുള്ളത് അഡ്രസ്ഡ് ആസ് മദർ ഓഫ് ഫ്രഷ് തോട്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പേഴ്സോണിഫിക്കേഷനും മെറ്റഫറും പിന്നെ അതുപോലെ ഓക്സിമോറോണും ഉപയോഗിച്ചിട്ടുണ്ട്. ബ്ലെസ്ഡ് ബാരിയർ ഒരു ഓക്സിമോറോണാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ഓഫ് സ്ലീപ്പ് എന്നുള്ള ഭാഗത്ത് അതിനെക്കുറിച്ചൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യനും ഇതിന്ന് ചോദിക്കാം. വില്യം വേർഡ്സ്വർത്തിന്റെ പ്രൊഫൈലും ഇതിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ചാപ്റ്റർ ഗോയിങ് ഔട്ട് ഫോർ വാക്ക് ആണ്. അതൊരു എസ്സേ ആണ്. ഗോയിങ് ഔട്ട് ഫോർ വാക്ക് എന്ന് പറയുന്നത് ഒരു എസ്സേ. ആരുടെ എസ്സേ ആണത്? മാക്സ് ബീർമോമിന്റെ ഒരു എസ്സേ ആണ് ഗോയിങ് ഔട്ട് ഫോർ വാക്ക്. ഇതിനെക്കുറിച്ച് അദ്ദേഹം ഇവിടെ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് വാക്കിംഗ്, വാക്കിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, അതായത് ഫിസിക്കൽ എക്സസൈസിനെ കുറിച്ച് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. ദ റൈറ്റർ ഈസ് അഗെയിൻസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് വാക്കിംഗ്. ഹി ഈവൻ ഡസ് നോട്ട് ലൈക്ക് എ ഫ്രണ്ട് റിക്വസ്റ്റ് ടു അക്കമ്പനി ഹിം ഫോർ എ വാക്ക്. വാക്കിംഗ് സ്പോട്സ് ബ്രെയിൻ, വാക്കിംഗ് സ്റ്റോപ്സ് ബ്രെയിൻ ആണ്. എപ്പോഴും വാക്കിംഗ് എന്ന് പറയുന്നത് ബ്രെയിനിനെ സ്റ്റോപ്പ് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് വിത്ത് എ boring companion is useless. By walking we waste our time for gossip, reading all the inscriptions, notices, advertisement and even milestones. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വായിച്ച് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബ്രെയിൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഒരിക്കലും ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യില്ല എന്ന് പറയുന്നത്. വൺസ് പവർ ടു ഇൻസ്ട്രക്ട് ബ്രെയിൻ സ്റ്റോപ്പ് തിങ്കിങ്, ഇറ്റ് ജസ്റ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി. അപ്പോൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതോട് കൂടി നമ്മുടെ ബ്രെയിൻ സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി മസ്റ്റ് സ്റ്റോപ്പ് ദാറ്റ് ആക്ടിവിറ്റി, അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു പ്രവർത്തനം നമ്മൾ നിർത്തണം. One's power to instruct and amuse to lose while he walks for the sake of walking. ഇനി നടത്തത്തിന് വേണ്ടി നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഫിസിക്കലി അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളുടെ നിർദ്ദേശപ്രകാരമാണ് നടക്കുന്നതെങ്കിൽ അത് അദ്ദേഹത്തിന് കുഴപ്പമില്ല. അപ്പോൾ വാക്കിങ്ങിനെ കുറിച്ചൊരു പരിഹസിച്ചുകൊണ്ടുള്ള ഒരു എസ്സേ ആണ് ഗോയിങ് ഔട്ട് ഫോർ വാക്ക്. അപ്പോൾ ഇതിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് വാക്കിങ്ങിന്റെ ബെനിഫിറ്റിനെ കുറിച്ച് ചോദിക്കാം. അതിൻ്റെ ഡിബേറ്റ് ആയിട്ട് ചോദിക്കും. വാക്കിങ്ങിന്റെ ബെനിഫിറ്റും ഡീമെറിറ്റും ആയിട്ടുള്ള 2 കാര്യങ്ങൾ. പിന്നെ ഹെൽത്ത്, അതിനെക്കുറിച്ച് ഒരു എസ്സേ ചോദിക്കാം. ഫിസിക്കൽ എക്സസൈസിനെ കുറിച്ച് ചോദിക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് PT ഇൻ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ PTയുടെ പ്രാധാന്യത്തെക്കുറിച്ച്. അപ്പോൾ ഈ രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വാക്കിങ്ങിനെ കുറിച്ച് പ്രതീക്ഷിക്കാവുന്നതാണ്. ലാസ്റ്റ് യൂണിറ്റിൽ 3 ചാപ്റ്റർ മാത്രമേ പഠിക്കാറുള്ളൂ. ആ 3 ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്, വളരെ ഈസിയാണ്. ഒന്ന് സൈബർ സ്പേസ്, ഇസ്തർ ഡൈസന്റെ സൈബർ സ്പേസ്, ഈ സൊസൈറ്റി ഡാൻഡി സള്ളിവന്റെ, അതുപോലെ തന്നെ കൺസെപ്ഷ്യൽ ഫുഡ് എന്ന് പറഞ്ഞ തൈസ ഫ്രാങ്കിന്റെ ഒരു വണ്ടർഫുൾ സ്റ്റോറിയും കൂടിയാണ്. അപ്പോൾ സൈബർ സ്പേസിലും അതുപോലെ തന്നെ ഈ സൊസൈറ്റി ഡെഡ് എന്നുള്ള 2 ചാപ്റ്ററിലും ഏകദേശം ഒരേ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ആണ്, ഇൻഡയറക്റ്റിലാണ്, ലീഗലാണെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നെ അൺലിമിറ്റഡ് വേൾഡ് ഓഫ് വെർച്വൽ റിയൽ എസ്റ്റേറ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു വളണ്ടറി ഡെസ്റ്റിനേഷൻ ആണ്. അതിന് 3 പാർട്ട് പ്രൈവറ്റ് ഇമെയിൽസ് ആണ്, ഇൻഫോർമേഷൻ എന്റർടൈൻമെന്റ് ആണ്, 3ാമത്തെ കമ്മ്യൂണിറ്റീസ് ആണ്.
അപ്പൊ ഇനി ഇതിന് ചോദിക്കുന്നത് ഏറ്റവും ചാൻസ് ഉള്ളത് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് സൈബർ സ്പേസ്, അതിന്റെ ദോഷങ്ങളും ഫലങ്ങളും, സൈബർ സ്പേസിന്റെ ദോഷങ്ങളും ഫലങ്ങളും ചോദിക്കാം. ബൂൺ ഓർ കേസ്, സൈബർ സ്പേസ് ശാപമാണോ അതോ അനുഗ്രഹമാണോ എന്ന് ചോദിക്കാം. അത് സ്പീച്ച് ആയിട്ട് ചോദിക്കാം, ഡിബേറ്റ് ആയിട്ട് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ സൈബർ സ്പേസിന്റെ നേട്ടങ്ങളെ കുറിച്ച് ഒരു എസ്സേ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ സൊസൈറ്റി ഡെഡ് എന്നുള്ള ചാപ്റ്ററിൽ അടുത്തത് പറയുന്നത് ന്യൂ ജനറേഷൻ ഗെറ്റ് അഡിക്റ്റഡ് ടു ഐപോഡ്. ഈ ഐപോഡ് ജനറേഷനെ കുറിച്ചാണ് പറയുന്നത്. അവർ കമ്പ്യൂട്ടറിലും ഇന്റർനെറ്റും സ്മാർട്ട് ഫോൺസിലും അഡിക്റ്റ് ആവുന്നതിന്റെ കാരണങ്ങളെക്കുറിച്ച്, അതുകൊണ്ട് അവർക്ക് നഷ്ടമാകുന്ന നല്ല നല്ല ഓർമ്മകളെക്കുറിച്ച്, അവർക്കുണ്ടാകുന്ന കോമൺ ട്രേഡ്സിനെ കുറിച്ച്, പിന്നെ ദേ ആർ നോട്ട് സോഷ്യൽ ബീയിങ് അല്ല അവർ, അതിൻ്റെ കാരണത്തെക്കുറിച്ച്, ദേ ഡോണ്ട് റെസ്പോണ്ട് സോഷ്യൽ ക്യൂസ്, ദേ മിസ് ദ സൗണ്ട് നേച്ചർ ക്രൈ ഓഫ് ദ ബേബി, ഇതെല്ലാം നഷ്ടപ്പെടുകയാണ് അവർക്ക്. അപ്പോൾ ടെക്നോളജി മേക്ക് ദം ഐസൊലേറ്റഡ് ബീങ്സ്. അവരെ ടെക്നോളജി ശരിക്കും അവരെ ഒരു ഐസൊലേറ്റഡ് ഒറ്റപ്പെട്ടവരാക്കി നിർത്താൻ ടെക്നോളജി അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോണിനകത്തേക്ക് ചുരുങ്ങുന്ന ഒരു സ്വഭാവമാണ് എല്ലാവർക്കും. ചുറ്റുപാട് നടക്കുന്നതിനെ കുറിച്ചൊന്നും ആരും അറിയുന്നില്ല. കൂടാതെ ഇയർഫോണും കൂടി അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഔട്ടർ വേൾഡിനെ കുറിച്ച് ഡിസ്കണക്റ്റ് ആണ് നമ്മൾ. അപ്പോൾ ഇവിടെയും അതുപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ ഐപോഡ് ജനറേഷൻ്റെ നല്ല വശങ്ങളും അതുപോലെ തന്നെ ഈ അഡിക്റ്റ് ആവുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച്, അവർക്ക് നഷ്ടപ്പെടുന്ന അവരുടെ നല്ല നല്ല ക്വാളിറ്റീസിനെ കുറിച്ചൊക്കെയാണ് ചോദിക്കുക. സൈബർ സ്പേസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, അതിൻ്റെ അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻസ്, ബൂണ്, കേസ്, ഇങ്ങനെയൊക്കെയാണ് ഈ ക്വസ്റ്റ്യന് ഈ രണ്ട് പാഠത്തും ബേസ് ചെയ്തിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇനി കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന് പറയുന്ന ലാസ്റ്റ് ചാപ്റ്റർ നമ്മുടെ ഒരു ടെക്നോളജി ഹെൽപ്പിങ്ങിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ്. ഈ ടെക്നോളജി ഹെൽപ്സ് എനാബിൾസ് ആൻഡ് എക്വിപ്പ് ഫിസിക്കലി ചാലഞ്ചഡ് ആൻഡ് മെൻ്റലി റിട്ടാർഡഡ് പീപ്പിളിനെ എത്രമാത്രം സഹായിക്കുന്നുണ്ട്. സാധാരണ കുട്ടികളെ പോലെ തന്നെ മെൻ്റലി ആൻഡ് റിട്ടാർഡഡ് കുട്ടികൾക്കും എന്തുണ്ട്, ഈ സൈബർ സ്പേസ് ഒരു ഉപകാരമാകുന്നുണ്ട്, അല്ലെങ്കിൽ ന്യൂ ടെക്നോളജി ഹെൽപ്പ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഗ്രേദാസ് ഫാദർ, ഇവിടെ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടർ ഗ്രേദയാണ്. ഒരു മെൻ്റലി ചാലഞ്ചഡ് ഗേളാണ് ഗ്രേദ. ആ ഗ്രേദയുടെ പിന്നെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. പിന്നെ അതിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഹൗ ടു ബി കെയർ ഓഫ് ദി മെൻ്റലി റിട്ടാർഡ് ഗേൾ, നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള കുട്ടികളെ സംരക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ ഗ്രേദയും ഫാദറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും ചോദിക്കും. ഹി ഡെക്കറേറ്റ്സ് ഹെർ ഓൺ റൂംസ് വിത്ത് തിങ്സ് ഓഫ് ഹർ ചോയ്സ്, പീച്ചേഴ്സ്. അങ്ങനെ അച്ഛൻ അവളുടെ ഇഷ്ടപ്രകാരം എല്ലാം ഒരു കമ്പ്യൂട്ടർ വേൾഡ് ക്രിയേറ്റ് ചെയ്യാണ്. പക്ഷെ ആ കമ്പ്യൂട്ടർ വേൾഡിനോട് അവൾക്ക് ഇഷ്ടമാവുന്നില്ല. അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് റിയൽ വേൾഡുമായിട്ടാണ് കൂട്ടുകൂടുന്നത്. ഇതാണ് ഈ സ്റ്റോറി. കാരണം നല്ലൊരു മെസ്സേജാണ് തരുന്നത്. ഈവൻ ആ ഒരു മെൻ്റലി റിട്ടാർഡഡ് ഗേള് പോലും ഡിഡ് നോട്ട് ഫോളോ ദി സൈബർ, ഇതുപോലത്തെ ഒരു വേൾഡിനെ ഇഷ്ടപ്പെടാതെ വൈ വി ഫോളോ സച്ച് എ വേൾഡ്, നമ്മൾ എന്തുകൊണ്ടാണ് പിന്നെ അങ്ങനത്തെ ഒരു ലോകം സെലക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു മെസ്സേജോട് കൂടിയാണ് ഈ സ്റ്റോറി അവസാനിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോറിയിൽ ചോദിക്കാൻ ചാൻസ് പറഞ്ഞല്ലോ, ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം, അതുപോലെ തന്നെ ഒരു ഇമെയിലൊക്കെ ചോദിക്കാം. ഇമെയിൽ ചോദിക്കുന്ന എല്ലാ ചാപ്റ്ററിനും ഇമെയിൽ ചോദിക്കാം. അതിൻ്റെ സമ്മറി എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കാം. ഇവിടെ ഗ്രേദ അതുപോലത്തെ ഒരു മെൻ്റലി റിട്ടാർഡ് ഗേളിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പിന്നെ സഹായങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പോയിന്റ്സിനെ കുറിച്ച് നമുക്ക് ആരോട് ചോദിക്കാൻ പറ്റും, ഒരു ഇമെയിലായിട്ട് അയക്കാൻ വേണ്ടി പറയാം. പിന്നെ പാരഗ്രാഫ് റൈറ്റിംഗ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പാരഗ്രാഫ് റൈറ്റിംഗ് ചോദിക്കുക. മെൻ്റലി റിട്ടാർഡ് ഗേളിനെ അല്ലെങ്കിൽ ചിൽഡ്രനെ നമ്മളെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ആ രീതിക്കൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്യാരക്ടർ സ്കെച്ചിൻ്റെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രേദ ആൻഡ് ഹെർ ഫാദർ, അതും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ചാപ്റ്റർ വൈസ് സമ്മറിയും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ ഏകദേശം നോക്കിക്കഴിഞ്ഞു. ഒന്നുകൂടി പറയാം, ഡിസ്കോഴ്സസ് ഇമ്പോർട്ടൻ്റ് ആണ്. 12 ഡിസ്കോഴ്സസ് എന്തായാലും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ഡിസ്കോഴ്സ് ഫസ്റ്റ് 1 ക്യാരക്ടർ സ്കെച്ചാണ് പറയുന്നത്. ആ ക്യാരക്ടർ സ്കെച്ച് കൂടാതെ തന്നെ നമുക്ക് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും ആർട്ടിക്കിൾസും ന്യൂസ് പേപ്പർ റിപ്പോർട്ടും ചോദിക്കാം. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഗാന്ധിയൻ വാല്യൂസിനെ കുറിച്ച്, ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ച്, സൈബർ സ്പേസ് മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ്, ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നെസ്, അതുപോലെ ട്രാവൽ എക്സ്പീരിയൻസ് ആൻഡ് കൾച്ചർ എക്സ്പ്ലോറേഷൻ, അതൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നെക്സ്റ്റ് പോയം അപ്രീസിയേഷൻ ആണ്. 5 പോയം നമുക്ക് പഠിക്കാനുള്ളൂ. ആ 5 പോയത്തിന്റെ തീം നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പോയം എങ്ങനെയാണ് അപ്രീഷിയേറ്റ് ചെയ്ത് എഴുതാം. ജനറൽ പോയാണ് ചോദിക്കുക എക്സാമിന്. പോയം അപ്രീസിയേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ക്ലാസ്, അപ്പം അത് നോക്കി വെക്കുക. പിന്നെ പ്രൊഫൈൽ,
പ്രൊഫൈലും ആരുടെയൊക്കെ വരികയാണെന്നുള്ള ചാൻസ് ഉണ്ട്. പ്രൊഫൈലിൻ്റെ ആ ഫോർമാറ്റ് വളരെ കറക്റ്റായിട്ട് നോക്കി വെക്കുക. സ്പീച്ചിൻ്റെ ഫോർമാറ്റ് നോക്കുക. 2 ടൈപ്പ് സ്പീച്ചാണ്. ഇൻട്രൊഡക്ടറി സ്പീച്ച് 3 മാർക്കിന് ചോദിക്കുന്നതും പിന്നെ സാധാരണ കൺഗ്രാജുലേറ്റീവ് സ്പീച്ച് ഉണ്ടാവും. അതല്ലാതെ ഇതുപോലത്തെ സാധാ ഒരു സ്പീച്ചും. ട്രാവൽ എസ്സേ, പേഴ്സണൽ ലെറ്ററും ലെറ്റർ ടു ദ എഡിറ്റർ. ലെറ്റർ ടു ദ എഡിറ്റർ ഞാൻ മറന്നുപോയി നേരത്തെ പറയാൻ. ഗാന്ധി കെയിം എന്നുള്ള ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലെറ്റർ ടു ദ എഡിറ്ററാണ്. എന്തായാലും ലെറ്റർ ടു ദ എഡിറ്റർ ചോദിക്കും എക്സാമിന്. പിന്നെ അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ്സ് ഓഫ് കണ്ടക്ട്, ആ 2 ചാപ്റ്ററിൻ്റെയും ഏകദേശം തീം വിമൺ ഇഷ്യൂസിനെ കുറിച്ചാണ് സാധാരണ. അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റർ ടു ദ എഡിറ്റർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫോർമാറ്റ് കറക്റ്റായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. അത് നോക്കി പഠിച്ച് എഴുതി വയ്ക്കുക. ഇങ്ങനെ ഇൻ്റർവ്യൂ, അത് പിന്നെ ഫോർമൽ ഇൻ്റർവ്യൂ ആവാം, അതല്ലെങ്കിൽ ഇപ്പോൾ മുവാനയിലെ നിവാസികളോട് ചോദിക്കുന്ന ഏതെങ്കിലും ഇൻ്റർവ്യൂ ചോദിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു സ്റ്റേറ്റ്മെൻറ്റോട് കൂടിയാണ് ക്വസ്റ്റ്യൻ തുടങ്ങേണ്ടത്. അല്ല നേരിട്ട് തന്നെ വാട്ട് ഈസ് ദ ടേണിംഗ് പോയിന്റ് അങ്ങനെ ചോദിക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ, യു ഹാവ് കോൺഗേഡ് പീക്സ് ഓഫ് എക്സലൻസ് ആൻഡ് ബിക്കം ഫേമസ് ഓൾ ഓവർ ദ വേൾഡ്. വാട്ട് ഈസ് ദ ടേണിംഗ് പോയിന്റ് ഇൻ യുവർ ലൈഫ്? അങ്ങനെ ഒന്ന് ചോദിക്കാൻ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു സെന്റൻസ് തുടങ്ങുക, എന്നിട്ടാണ് ക്വസ്റ്റ്യനിലേക്ക് കടക്കേണ്ടത്. പിന്നെ ഇമെയിലാണ്. ഇമെയിൽ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ചാപ്റ്ററിൻ്റെ തീം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ എഴുതി വെക്കാൻ സാധിക്കും. ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, അതും ഫോർമാറ്റ് പഠിച്ചു വെക്കുക. പിന്നെ ലൈവ് TV റിപ്പോർട്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡിബേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 4 മാർക്കിന് ചോദിക്കും. അഗ്രി ഓർ ഡിസഗ്രി, അങ്ങനെ 2 മാർക്കിന് ചോദിക്കാം. ഡു യു അഗ്രി ദി സ്റ്റേറ്റ്മെന്റ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്? അങ്ങനെ ചോദിക്കുമ്പോൾ ഐ ഡു അഗ്രി വിത്ത് ഇറ്റ്, അല്ലെങ്കിൽ സോറി ഐ കാണ്ട് അഗ്രി വിത്ത് ഇറ്റ് അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഐ തിങ്ക് എന്ന് പറഞ്ഞ് തുടങ്ങാം, അല്ലെങ്കിൽ ഇൻ മൈ ഒപ്പീനിയൻ എന്ന് വെച്ച് വേണമെങ്കിൽ തുടങ്ങാം. പിന്നെ എക്സ്പ്രസിങ് അവർ പേഴ്സണൽ ഇംപ്രഷൻസ്, ഫീലിങ്സ് അങ്ങനെ ചോദിക്കാം. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രസന്റ് ടെൻസ് തന്നെ തുടങ്ങുക. ലൈവ് കമൻട്രി ഒക്കെ തുടങ്ങുന്നത് പോലെ തന്നെ. ഐ കുഡ് നോട്ട് ബിലീവ് മൈ ഐസ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇറ്റ് വാസ് റിയലി ഇംപ്രസ്ഡ്, ഐ ക്യാൻ നെവർ ഫോർഗെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ തുടങ്ങിയേക്കാം. എന്തിനെ, റിയൽ എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ. അപ്പോൾ എല്ലാ ഡിസ്കോഴ്സസിൻ്റെയും ഫോർമാറ്റ് വളരെ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഗ്രാമർ പാർട്ട് കുറിച്ച് എന്തായാലും നോക്കി, ഇമ്പോർട്ടൻ്റ് ഗ്രാമർ പാർട്ട് ഏതൊക്കെയാണ് നോക്കാം. പിന്നെ റൈറ്റപ്പ് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കുറിപ്പ് എഴുതാനുള്ള കാര്യം, അത് മറക്കരുത്. റൈറ്റപ്പ് ചോദിക്കും. എല്ലാ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടും റൈറ്റപ്പ് ചോദിക്കാം. പിന്നെ എഡിറ്റോറിയൽ വേണമെങ്കിൽ ചിലപ്പം ചോദിക്കും. ഒരു ന്യൂസ് പേപ്പർ കൊടുക്കേണ്ട രീതിക്കുള്ള എഡിറ്റോറിയൽ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ പാർട്ടി എന്ന് പറയുന്നത്, ഗ്രാമർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ബേസിക് എറേഴ്സ് ആണ്. ബേസിക് എറേഴ്സ് പറഞ്ഞാൽ എഡിറ്റ് ദി സെന്റൻസ് ഉണ്ട്. എഡിറ്റ് നിങ്ങൾ 10ാം ക്ലാസ്സിൽ കണ്ടതുപോലെ ആവില്ല, കാരണം അണ്ടർലൈൻ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ ആ സെന്റൻസിനകത്തുള്ള തെറ്റ് കണ്ടുപിടിച്ചിട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒക്കെ ടെക്സ്റ്റ് ബുക്കിലെ സെന്റൻസുകൾ തന്നെയാവും തരുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തെറ്റ് തിരുത്താൻ പറ്റും. തെറ്റ് തിരുത്തൽ ടെൻസ്, അതുപോലെ തന്നെ സിംഗുലർ, പ്ലൂറൽ, ഈ രീതിക്കാണ് ചോദിക്കുക. പിന്നെ നമ്മൾ നോക്കേണ്ടത് കോൺകോഡാണ്. അതായത് സബ്ജക്റ്റ് വർക്ക് എഗ്രിമെന്റ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് എന്തായിരിക്കും, സിംഗുലർ ആയിരിക്കും. വെർബ് പ്ലൂറൽ ആവുന്നത് എപ്പോഴാണ്, വെർബ് പ്ലൂറൽ ആവുന്നത് സബ്ജക്റ്റ് പ്ലൂറൽ ആവുമ്പോഴാണ്. ആ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കൊഹസീവ് ഡിവൈസ് വെച്ച് ഫില്ല് ചെയ്യാൻ ചോദിക്കുക. ഹൗവർ, പിന്നെ ബിക്കോസ്, അങ്ങനത്തെ ആ രീതിക്കുള്ള ലിങ്കിങ് വേർഡ്സ് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യാം. ബിസൈഡ്സ്, എമാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വേർഡ്സ് ഉണ്ട്, ലിങ്കിങ് വേർഡ്സ്. അത് വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ ചോദിക്കും. പിന്നെ നെക്സ്റ്റ് റിപ്പോർട്ട് സ്പീച്ച് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പോർട്ട് സ്പീച്ച് പഠിച്ചു വയ്ക്കുക. പിന്നെ കമ്പാരിറ്റീവ് ഫോംസ് ഓഫ് ഡിഗ്രീസ്, അതായത് കമ്പയർ ചെയ്യാൻ ചോദിക്കും. കമ്പാരിറ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജക്റ്റീവിൻ്റെ കമ്പാരിസൺ ഫോം ഉപയോഗിച്ച് അതിനെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാൻ വേണ്ടി ചോദിക്കും. പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസ് ചോദിക്കാറുണ്ട് സാധാരണ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് +1 ചോദിക്കുന്ന ഗ്രാമർ പാർട്ടി ഇഫ് ക്ലോസ് ആണ്. ആ ഇഫ് ക്ലോസിൻ്റെ 3 സ്റ്റേജസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. 3 ഘട്ടങ്ങളുടെ ഇഫ് ക്ലോസിന്. ആ ഇഫ് ക്ലോസിൻ്റെ 3 ക്ലോസ് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എക്സാം 60ൻ്റെ മേലെ മാർക്ക് വാങ്ങിക്കാൻ നമുക്ക് സാധിക്കും. എന്തായാലും ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് മാത്രം എക്സാമിന് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾ നല്ല മാർക്കോട് കൂടി തന്നെ വിജയിക്കും. A+ ഉറപ്പായിട്ടും കിട്ടും.